ॐ श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। ॐ सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലാം. ഒരുമിച്ച് ചൊല്ലിക്കൂടെ ഗീതാധ്യാനം അല്ലേ? ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായതപത്രനേത്ര येन त्वया भारततैलपूर्णः प्रज्वालितो ज्ञानमयः प्रदीपः प्रपन्नपारिजाताय स्तोत्रवेत्रैकपाणये ज्ञानमुद्राय कृष्णाय गीतामृतदुःखे नमः. सर्वोपनिषदो गावो दोग्धा गोपालनन्दनः पार्थो वत्सः सुधीर्भोक्ता दुग्धं गीतामृतं महत्. वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं. भीष्मद्रोणतटा जयद्रथजला गान्धारनीलोपला शल्यग्राहवती कृपेण वहनी कर्णेन वेलाकुला अश्वत्थामविकर्णघोरमकरा दुर्योधनावर्तिनी सोत्तीर्णा खलु पाण्डवैरणनदी कैवर्तककेशवः पाराशर्यवचः सरोजममलं गीतार्थगन्धोत्कटम् नानाख्यानककेसरं हरिकथा संबोधनाबोधितम्. लोके सज्जन षट्पदैरहरः पेपीयमानं मुदा भूयात् भारत पंकजं कलिमल प्रध्वंसिन श्रेयसे. मूकं करोति वाचालं पङ्गुं लङ्घयते यत्कृपातमहं वन्दे परमानन्दमाधवम्.
യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈർ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തന്ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ ദേവായ തസ്മൈ നമഃ. ഭഗവത്ഗീത ധ്യാനത്തിലെ ഒന്നാമത്തെ ശ്ലോകം കൊണ്ട് ശ്രീമദ് ഭഗവത്ഗീതയെ ഞാൻ ഇതാ അനുസന്ധാനം ചെയ്യുന്നു എന്നുള്ള പ്രതിജ്ഞ നിർവഹിച്ചു. ഗീതയുടെ മഹിമകളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ആ ഒരു പ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് രണ്ടാമത്തെ ശ്ലോകത്തിൽ, ഏതായിരുന്നു രണ്ടാമത്തെ ശ്ലോകം? നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധേ. ആ ശ്ലോകം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഭഗവത്ഗീത നമുക്ക് ഉപദേശിച്ചിട്ടുള്ള, ഗ്രന്ഥരൂപത്തിൽ നമുക്ക് പകർന്നു നൽകിയിട്ടുള്ള ആചാര്യനായിട്ടുള്ള വ്യാസ മഹർഷിയെ വന്ദിക്കുന്ന ശ്ലോകമായിരുന്നു രണ്ടാമത്തത്. മൂന്നാമത്തെ ശ്ലോകം ഏതാന്ന് ഓർമ്മിക്കുകയാണെങ്കിൽ പ്രപന്ന പാരിജാതായ എന്നുള്ള ശ്ലോകത്തിൽ ഭഗവത്ഗീതയുടെ ആചാര്യനായിട്ടുള്ള, ഗുരുനാഥനായിട്ടുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ വന്ദിക്കുകയാണ് ചെയ്തത്. നാലാമത്തെ ശ്ലോകത്തിലാവട്ടെ ഭഗവത്ഗീത ഉപനിഷത്തുക്കളുടെ സാരമാണെന്നുള്ളത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവത്ഗീതയെ വന്ദിച്ചു. സർവോപനിഷദോ ഗാവോ ദഗ്ധ ഗോപാലനന്ദനഃ എന്ന് തുടങ്ങുന്ന ശ്ലോകം കൊണ്ട്. തുടർന്നുള്ള ശ്ലോകത്തിലും ഭഗവാനെ തന്നെ വന്ദിക്കുകയാണ് ചെയ്തത്. വസുദേവ സുതം ദേവം കംസചാണൂരമർദ്ദനം എന്ന് പറഞ്ഞുകൊണ്ട്. അടുത്ത ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്ന അടുത്ത ശ്ലോകം കൂടി നമ്മൾ മുഴുവനാക്കി എന്നുള്ളതാണ്. അടുത്ത ശ്ലോകത്തിൽ മഹാഭാരത യുദ്ധത്തെ വലിയൊരു നദിയായിട്ട് ഉപമിച്ചിട്ട് ആ മഹാനദിയെ പാണ്ഡവർ, ആ മഹാനദിയുടെ അക്കരയ്ക്ക് പാണ്ഡവർക്ക് കടക്കാൻ പറ്റി. പക്ഷെ അത് പാണ്ഡവരുടെ സാമർഥ്യം കൊണ്ട് ആണെന്ന് വിചാരിക്കണ്ട. പാണ്ഡവരാൽ കടക്കപ്പെട്ടതാണ്. പാണ്ഡവരാൽ കടക്കപ്പെട്ടു എന്ന് പറഞ്ഞത് കൊണ്ട് അതിൻ്റെ മഹിമ കടത്തിക്കൊടുത്ത ആൾക്കാണ് നിലകൊള്ളുന്നത്. ആരാണ് ആ കടത്തിക്കൊടുത്ത ആള്? പറഞ്ഞു കൈവർത്തക കേശവ എന്ന് പറഞ്ഞു. ആ ശ്ലോകമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവസാനമായിട്ട് ശ്രദ്ധിച്ചത്. അപ്പം നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി എന്ന് പറയാം. ഭീഷ്മ ദ്രോണതട, ഭീഷ്മരും ദ്രോണരുമാകുന്ന രണ്ട് കരകളോട് കൂടിയിട്ടുള്ളതും, പിന്നെ ജയദ്രഥജല, ജയദ്രഥനാകുന്ന ജലത്തോട് കൂടിയിട്ടുള്ളതും, പിന്നെ കർണേന ജയദ്രഥജല കർണേന വേലാകുല, കർണനാൽ ഇളക്കി മറിക്കപ്പെട്ടിട്ടുള്ള ജലത്തോട് കൂടിയിട്ടുള്ളതും, പിന്നെ അശ്വത്ഥാമ വികർണ ഘോരമകരാഹ, അശ്വത്ഥാമാവ് വികർണൻ തുടങ്ങിയിട്ടുള്ള ഘോരങ്ങളായിട്ടുള്ള മകര മത്സ്യങ്ങളോട് കൂടിയിട്ടുള്ളതും, പിന്നെ ദുര്യോധന ആവർത്തിനി, അതിനിടയ്ക്ക് നമ്മൾ വിട്ടിട്ടുണ്ട് ചിലത് എന്നാ തോന്നുന്നത്. കൃപേണ മഹനീ, കൃപരാകുന്ന ഒഴുക്കിനോട് കൂടിയിട്ടുള്ളതും അല്ലെ. ശല്യഗ്രാഹവതി കൃപേണ വഹനി, ശല്യരാകുന്ന ഒഴുക്കോട് കൂടിയിട്ടുള്ളതും, ശല്യരാകുന്ന വലിയ മുതല, ശല്യഗ്രാഹവതി വലിയ മുതലയോട് കൂടിയിട്ടുള്ളതും, പിന്നെ കൃപേണ വഹനി കൃപാചാര്യരാകുന്ന ഒഴുക്കോട് കൂടിയിട്ടുള്ളതും. അപ്പൊ ഈ വിശേഷണങ്ങളൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മഹാഭാരത നദിയുടെ ഭീകരതയെ, ദുർഘടമായിട്ടുള്ള, അത് കടന്നു കയറാൻ എത്രത്തോളം പ്രയാസമാണ് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വിശേഷണങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് ദുര്യോധനനാകുന്ന അവർത്തത്തോട് കൂടിയതുമാണ്. ദുര്യോധന ആവർത്തിനി. അപ്പൊ അങ്ങനെയുള്ള അതിഭീഷണമായിട്ടുള്ള യുദ്ധനദിയെ, ആ യുദ്ധനദി പാണ്ഡവരാൽ കടക്കപ്പെട്ടു. എങ്ങനെയാണ് പാണ്ഡവർക്ക് കടക്കാൻ സാധിച്ചത്? സോത്തീർണ ഖലു രണനദി
ഖലു പാണ്ഡവൈഹി രണനദീ കൈവർത്തക കേശവ. കേശവനാകുന്ന കൈവർത്തകൻ ഉണ്ടായതുകൊണ്ടാണ്, കൈവർത്തകൻ കടത്തുകാരൻ, അപ്പൊ കേശവനാകുന്ന കടത്തുകാരൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അവർക്ക് ആ രണനദിയുടെ അക്കരയ്ക്ക് കടക്കാൻ സാധിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ മഹിമയെ തന്നെ നമുക്ക് ബോധിപ്പിക്കുന്ന ശ്ലോകമാണ്. അപ്പൊ എന്താണ് കേശവൻ എന്ന് പറഞ്ഞാൽ? നല്ല മനോഹരമായിട്ടുള്ള കേശത്തോട് കൂടിയവനാരോ അവൻ കേശവൻ എന്ന് ഒരർത്ഥം. അപ്പൊ ആ അർത്ഥം ശ്രീകൃഷ്ണന് വളരെയധികം യോജിക്കും. പിന്നെ കേശി എന്ന് പറയുന്ന അസുരനെ വധിച്ചവനായതുകൊണ്ട് കേശവൻ, ഇതാണ് മറ്റൊരർത്ഥം. അപ്പൊ അതും ശ്രീകൃഷ്ണനെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് പറയുന്നത് എന്ന് നമുക്കറിയാം. വേറൊരർത്ഥം എന്താന്ന് വെച്ചാൽ ബ്രഹ്മാവിന്റെയും അതുപോലെ തന്നെ ബ്രഹ്മാവ് മഹേശ്വരൻ, ബ്രഹ്മാ മഹേശ്വരന്മാർക്ക് ഉപരിയുള്ള ദേവൻ എന്നുള്ള അർത്ഥത്തിൽ വിഷ്ണുവിനെ പറയുന്ന വിശേഷണമായിട്ടും കേശവ ശബ്ദം എടുക്കാം. ഇനി പരമാത്മാവ്, ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർക്കെല്ലാം ഉപരിയുള്ള പരമാത്മാവിനെ പറയുന്നതായിട്ടും കേശവൻ എന്നുള്ള വിശേഷണം എടുക്കാം. അപ്പൊ ഇത് ഏത് അർത്ഥം എടുത്താലും അത് ശ്രീകൃഷ്ണ ഭഗവാന് യോജിക്കും. കാരണം ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയമേവ ആ പരമാത്മാവ് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് പരമാത്മാവ് എന്നുള്ള അർത്ഥം യോജിക്കും. ത്രിമൂർത്തികളിൽ ഒന്നായിട്ടുള്ള വിഷ്ണുവിന്റെ അവതാരമാണെന്നുള്ളത് കൊണ്ട് രണ്ടാമത് പറഞ്ഞ അർത്ഥവും യോജിക്കും. പിന്നെ കേശിയെ വധിച്ചവൻ, നല്ല മനോഹരമായിട്ടുള്ള കേശങ്ങളോട് കൂടിയവൻ എന്നുള്ള വിശേഷണം അവതാര സ്വരൂപത്തിൽ ഭഗവാന് ഏറ്റവും യോജിച്ചിട്ടുള്ളതാണ്. അപ്പൊ കേശവനാണ് കൈവർത്തകൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അനന്തരം അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് അടുത്ത ശ്ലോകം? ആ ശ്ലോകത്തിൽ, അടുത്ത ശ്ലോകത്തിൽ മഹാഭാരതമാകുന്ന ഇതിഹാസത്തെ വലിയൊരു താമരയായിട്ട് പറയുകയാണ്. വലിയൊരു താമര. എങ്ങനെയുള്ള താമരയാണ്? നല്ല സുഗന്ധമുള്ള താമര. ഈ മഹാഭാരതത്തിന്റെ സുഗന്ധം എന്താണ്? മഹാഭാരതം എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് അറിയുമായിരിക്കും അല്ലെ? മഹാഭാരതം കഥകളൊക്കെ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. എല്ലാ കഥകളൊന്നും വായിച്ചിട്ടില്ലെങ്കിൽ കുറെയൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും. ആ കഥകൾ എവിടെ വെച്ചിട്ടാണ് മഹാഭാരതം ഉപദേശിക്കപ്പെട്ടത് എന്ന് അറിയില്ലേ? എവിടെ വെച്ചിട്ടാണ്? രണ്ട് ഉപദേശം നടക്കുന്നുണ്ട്. ഒന്ന് ജനമേജയന്റെ സർപ്പസത്രത്തിൽ വെച്ച്. ജനമേജയൻ ആരാന്നറിയാലോ? പരീക്ഷിത്തിന്റെ മകനാണ് ജനമേജയൻ. പരീക്ഷിത്തോ ആരുടെ മകനാണ്? അഭിമന്യുവിന്റെ മകനാണ് പരീക്ഷിത്ത്. അപ്പൊ പാണ്ഡവരുടെ അനന്തരാവകാശിയായിട്ടുള്ള അല്ലെ, പാണ്ഡവര് പോകുന്ന സമയത്ത് ആരെയാണ് അധികാരമൊക്കെ ഏൽപ്പിച്ചിട്ട് പോയിട്ടുള്ളത്? വാനപ്രസ്ഥത്തിന് പോകുന്ന സമയത്ത് പരീക്ഷിത്തിനാണ് ഏൽപ്പിച്ചു പോയിട്ടുള്ളത്. വാനപ്രസ്ഥന്നോ അല്ലെങ്കിൽ സ്വർഗാരോഹണം എന്ന് പറയാം. അപ്പൊ അങ്ങനെ പരീക്ഷിത്തിനെ ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത്. പരീക്ഷിത്തിന്റെ മകനാണ് ജനമേജയൻ. പരീക്ഷിത്ത് എങ്ങനെയാ മരിക്കാനിടയായത് എന്നൊക്കെ ഭാഗവത പ്രസിദ്ധമായിട്ടുള്ള ചരിതം എല്ലാവർക്കും അറിയാം അല്ലെ? തക്ഷകന്റെ കടിയേറ്റിട്ടാണ് മരിക്കാനിടയായത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ജനമേജയൻ പിന്നീടാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത്. തൻ്റെ അച്ഛൻ മരണപ്പെടാൻ കാരണക്കാരനായിട്ടുള്ളത് തക്ഷകൻ എന്ന് പറയുന്ന സർപ്പമാണ് എന്ന് മനസ്സിലാക്കി ജനമേജയൻ. അതോടുകൂടിയിട്ട് ആ കഥ എല്ലാവർക്കും അറിയുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അതോടുകൂടിയിട്ട് ജനമേജയന് സർപ്പങ്ങളോട് എന്തെന്നില്ലാത്ത ശത്രുത്വം ഉണ്ടായി, ദേഷ്യമുണ്ടായി. അങ്ങനെ സർപ്പങ്ങളെ മൊത്തത്തിൽ കൊന്നൊടുക്കുന്നതിന് വേണ്ടിയിട്ട് യാഗം നിർവഹിക്കാൻ തുടങ്ങി. ആ യാഗത്തിൽ സർപ്പങ്ങളെല്ലാവരും വന്ന് യാഗാഗ്നിയിൽ വീണ് മരണപ്പെടുന്നത് കണ്ടു. അങ്ങനെ ഇരിക്കെ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് ആരാണ് വന്നത്? ആസ്തീകൻ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെ, ജരത്കാരുവിന്റെ പുത്രനായിട്ടുള്ള വാസുകിയുടെ സഹോദരി എന്ന് പറഞ്ഞിട്ടുള്ള ജരത്കാരു, അതുപോലെ തന്നെ ഒരു മുനി ഉണ്ടായിരുന്നു, ജരത്കാരു എന്നാണ് മുനിയുടെയും പേര്. അപ്പൊ ഈ രണ്ടുപേരുടെയും മകനായിട്ട് ആസ്തികൻ ജനിച്ചു. ആസ്തികൻ ജനിച്ചത് തന്നെ ഈ സർപ്പസത്രത്തിൽ നിന്നും സർപ്പങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ സർപ്പസത്രത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ആസ്തികന് ജനമേജയൻ വാക്ക് കൊടുത്തു, എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ള വാക്ക് കൊടുത്തു. അപ്പോഴാണ് ആസ്തികൻ ആവശ്യപ്പെടുന്നത്, എന്താ ആവശ്യപ്പെടുന്നത്? സർപ്പസത്രം നിർത്തിവെക്കണം എന്നുള്ളതാണ്.
അപ്പോ ആദ്യം ജനമേജയൻ അതിനെ അനുവദിച്ചില്ല, പക്ഷെ പിന്നീട് അത് അനുവദിച്ചു. അപ്പൊ ഈ സർപ്പസത്രം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജനമേജയൻ അവിടെ എത്തിച്ചേർന്നിട്ടുള്ള വൈശമ്പായന ഋഷിയോട് ചോദിക്കുന്നത്. വൈശമ്പായന ഋഷി പറഞ്ഞു, അങ്ങയുടെ പൂർവികർ എത്രമാത്രം മഹത്വമുള്ളവരാണെന്നറിയോ? അപ്പൊ അങ്ങനെയുള്ള പൂർവികരുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ട ആളാണ് അങ്ങ്. അതുകൊണ്ട് അങ്ങ് ഈ സർപ്പസത്രം നിർത്തിവെക്കണം എന്ന് പറഞ്ഞ സമയത്ത് ജനമേജയൻ ചോദിക്കുന്നതാണ്, എന്താണ് എൻ്റെ പൂർവികരുടെ മഹിമ, അതെനിക്ക് മനസ്സിലാക്കി തരണം എന്ന് പറഞ്ഞു അപേക്ഷിച്ച സമയത്ത് വൈശമ്പായനാണ് പാണ്ഡവരുടെ മഹത്വം പറയുന്നതിന് വേണ്ടിയിട്ട് മഹാഭാരത ആഖ്യാനം ഈ സർപ്പസത്രത്തിൽ വെച്ചിട്ട് ജനമേജയന് പറഞ്ഞു കൊടുക്കുന്നത്. അത് കേട്ടുകൊണ്ട് സൂതൻ എന്ന് പറഞ്ഞാൽ കഥകൾ പറയുന്ന ആള് സൂതൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സൂതൻ 1000 വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ ജനമേജയന്റെ സർപ്പസത്രത്തിൽ നിന്നും വൈശമ്പായന ഋഷി പറയുന്ന വാക്കുകളൊക്കെ കേട്ട് മഹാഭാരതം മുഴുവനും കേട്ട് അതിന്റെ അതിശയത്തോട് കൂടിയിട്ട് അവിടുന്ന് വീണ്ടും സഞ്ചരിച്ച് എവിടെ എത്തിച്ചേർന്നു? നൈമിഷാരണ്യത്തിൽ എത്തിച്ചേർന്നു അല്ലെ. നൈമിഷാരണ്യത്തിൽ ഋഷിമാര് വലിയൊരു സത്രം നടത്തുന്നുണ്ടായിരുന്നു ശൗനക ഋഷിയുടെ നേതൃത്വത്തിൽ. അവിടെ വെച്ചിട്ട് സൂതനോട് ഋഷിമാർ അപേക്ഷിക്കുകയാണ്, അങ്ങ് ലോകം മുഴുവനും സഞ്ചരിക്കുന്ന ആളാണല്ലോ, അപ്പോ അങ്ങേക്ക് കുറെ കഥകളും മറ്റുമൊക്കെ അറിയുണ്ടാവും, അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ സമയത്ത് സൂതനോട് ചോദിക്കുകയാണ്, അങ്ങ് എവിടുന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ സൂതൻ എന്ത് പറഞ്ഞു? ഞാൻ ജനമേജയന്റെ സർപ്പസത്രത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ജനമേജയന്റെ സർപ്പസത്രത്തിൽ വൈശമ്പായന ഋഷി ജനമേജയന് പറഞ്ഞു കൊടുക്കുന്ന മഹാഭാരത ആഖ്യാനത്തെയൊക്കെ കേട്ടിട്ടാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞ സമയത്ത് ഋഷിമാര് സൂതനോട് അപേക്ഷിക്കുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങ് അവിടുന്ന് കേട്ടിട്ടുള്ള മഹാഭാരത ആഖ്യാനത്തെ ഞങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരണം. അപ്പൊ അങ്ങനെ സൂതൻ ഋഷിമാർക്ക് വേണ്ടിയിട്ട് വീണ്ടും പുനരാഖ്യാനം ചെയ്യുന്ന വിധത്തിലാണ് മഹാഭാരതം ഉള്ളത്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണാം ഒരുപാട് ആഖ്യാനങ്ങൾ അതിൽ വന്നു ചേരുന്നതായിട്ട്, ഒരുപാട് പേരുടെ ചരിതങ്ങൾ. ആ ചരിതങ്ങളെല്ലാം തന്നെ ആത്യന്തികമായിട്ട് ധർമ്മ തത്വത്തെയും അതുപോലെ തന്നെ നമുക്ക് ധർമ്മബോധം ഉണ്ടാക്കുന്നതിന് ഉതകുന്നതുമായിട്ടുള്ള ആഖ്യാനങ്ങളാണ് മഹാഭാരതത്തിൽ ഉടനീളം ഉള്ളത്. അപ്പൊ ഈ ആഖ്യാനങ്ങളെ, മഹാഭാരതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ആഖ്യാനങ്ങളെ മഹാഭാരതമാകുന്ന വലിയ താമരയുടെ കേസരങ്ങളായിട്ട് ഉപമിക്കുകയാണ്. ഇത് മുഴുവനും ഹരികഥയാണെന്നാണ് ഇവിടെ ധ്യാന ശ്ലോകത്തിൽ പറയുക. ഹരികഥ പറഞ്ഞാൽ ഹരിയെ സംബന്ധിക്കുന്ന കഥ. അപ്പൊ നേരിട്ട് ഈശ്വരന്റെ മഹിമ പറയുന്നത് ആയിക്കൊള്ളണം എന്നില്ല എല്ലാം, പക്ഷെ എല്ലാം ലക്ഷ്യം വെക്കുന്നത് ആത്യന്തികമായിട്ട് ഈശ്വര മഹിമയെ നമുക്ക് വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ആ നിലയ്ക്ക് ഇതെല്ലാം ഹരികഥയാണെന്ന് പറയപ്പെട്ടിരിക്കുന്നു. മഹാഭാരതത്തിലുള്ള കഥകളൊക്കെ ഹരികഥയാണ്. അതെങ്ങനെ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളതാണെന്നാണെങ്കിൽ സംബോധനാബോധിതം എന്നാ പറയുന്നത്. ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന വിധത്തിൽ അങ്ങനെ ചോദ്യോത്തര രൂപത്തിലാണ് ഈ മഹാഭാരതം മുഴുവനായിട്ടും രചിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ സംബോധനാബോധിതം. അങ്ങനെയുള്ള മഹാഭാരതമാകുന്ന വലിയൊരു താമരയെ നമ്മൾ സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ താമര ആരാൽ, അല്ലെങ്കിൽ മഹാഭാരതം ആരാലാണ് രചിക്കപ്പെട്ടത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് നമുക്കറിയാം? വ്യാസ മഹർഷിയാണ്. വ്യാസ മഹർഷി ആരുടെ പുത്രനാണ്? പരാശര മഹർഷിയുടെ പുത്രനാണ്. അതുകൊണ്ട് പാരാശര്യവചഃ എന്ന് പറഞ്ഞിരിക്കുകയാണ് മഹാഭാരതത്തെ. പാരാശര്യവചഃ സരോജം. സരോജം പറഞ്ഞാൽ താമര. എങ്ങനെയുള്ള സരോജമാണ്? അമലം. അമലം എന്ന് പറഞ്ഞാൽ ഒരു മലവുമില്ലാത്ത ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള എന്നർത്ഥം. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഈ മഹാഭാരതമാകുന്ന താമര സരോജമമലം. പിന്നെ ഗീതാർത്ഥഗന്ധോത്കടം. ഈ മഹാഭാരതം വലിയ താമരയാണെന്നുണ്ടെങ്കിൽ ആ താമരയുടെ സുഗന്ധമായിട്ട് നിലകൊള്ളുന്നത് എന്താണ്? ഗീതയാണ്. ഗീതാർത്ഥഗന്ധോത്കടം. ഗീത എന്നുള്ള മഹാഭാരതമാകുന്ന താമരയുടെ സുഗന്ധമാണെന്നാണ് പറയുന്നത്. ഗീതാർത്ഥഗന്ധോത്കടം.
പിന്നെ നാനാഖ്യാനക കേസരം, പല വിധത്തിലുള്ള ആഖ്യാനങ്ങളാകുന്ന കേസരങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. കേസരങ്ങൾ താമരയാകുമ്പോൾ അതിന് നിറയെ കേസരങ്ങൾ ഉണ്ടാവും അല്ലെ. അതുപോലെ ഈ മഹാഭാരതമാകുന്ന താമരയുടെ കേസരങ്ങളായിട്ട് നിലകൊള്ളുന്നത് എന്താണ്? ഈ ആഖ്യാനങ്ങളാണ്. നാനാഖ്യാനക കേസരം. ഇതൊക്കെ എങ്ങനെയുള്ളതാണ്? ഹരികഥ, ഹരികഥയാണ്. പിന്നെന്താ അടുത്ത വിശേഷണം? സംബോധനാബോധിതം. ഇതേത് വിധത്തിലുള്ളതാണ്? സംവാദ രൂപത്തിലുള്ളതാണ്, ചോദ്യ ഉത്തര രൂപത്തിലുള്ളതാണ് എന്നർത്ഥം. ഗുരു ശിഷ്യന്മാര് അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളും അറിയുന്ന ആളും ഇവര് തമ്മിലുള്ള സംവാദത്തിന്റെ രൂപത്തിലുള്ളതാണ് ഈ മഹാഭാരതം. അതുകൊണ്ട് പറയാണ് സംബോധനാബോധിതം. പിന്നെന്താണ് അടുത്ത വിശേഷണം? ലോകേ സജ്ജന ഷഡ്പദൈരഖരഖ പീപീയമാനം മുദാ. മുദാ പറഞ്ഞാൽ നല്ല ആനന്ദത്തോട് കൂടിയിട്ട് എന്നർത്ഥം. നല്ല ആനന്ദത്തോട് കൂടിയിട്ട്. പേപീയമാനം, പേപീയമാനം എന്ന് പറഞ്ഞാൽ പാനം ചെയ്യാൻ ഇച്ഛിക്കപ്പെടുന്നത്. എന്താണ്? പാനം ചെയ്യാൻ ഇച്ഛിക്കപ്പെടുന്നത് എന്ന് വെച്ചാൽ ആസ്വദിക്കാൻ ആഗ്രഹിക്കപ്പെടുന്നത്. എല്ലാവരും മഹാഭാരതം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദ്യം. ഇല്ല. പറയാണ് സജ്ജന ഷഡ്പദൈഹി. ആരാലാണ് ഇത് ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നത്? സജ്ജന ഷഡ്പദൈഹി. ലോകേ സജ്ജന ഷഡ്പദൈഹി. എപ്പോഴെങ്കിലുമൊക്കെ മാസത്തിലൊരിക്കൽ കൂടിയിട്ട് മാത്രം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നതാണോ? അതോ വർഷത്തിലൊരിക്കൽ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നതാണോ? അല്ലാതെ പറയണേ. പിന്നെ ഹരഹരേ, സദാസമയവും എന്നർത്ഥം. സദാസമയവും തന്നെ. ലോകേ, ലോകത്തിൽ സജ്ജന ഷഡ്പദൈഹി. ഇപ്പൊ ഒരു താമര വിടർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് സ്വാഭാവികമായിട്ടും ആര് വന്നെത്തും? വണ്ടുകൾ വന്നെത്തും, ഷഡ്പദങ്ങൾ വന്നെത്തും. അതുപോലെ ഈ മഹാഭാരതമാകുന്ന താമരയിലേക്ക് ആകർഷിക്കപ്പെടുന്ന വണ്ടുകള്, ഷഡ്പദങ്ങൾ ആരാണ്? സജ്ജനങ്ങളാകുന്ന ഷഡ്പദങ്ങൾ. സജ്ജന ഷഡ്പദൈഹി അഹരഹർ പീപീയമാനം മുദാ. അവരാൽ നിരന്തരം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ് ഈ മഹാഭാരതം. ഇത്രയും മഹാഭാരതത്തെ വിശേഷിപ്പിച്ച് പറഞ്ഞ ശേഷം പിന്നെന്താണ് പറയുന്നത്? ഭൂയാത്. ഭൂയാത് എന്ന് പറഞ്ഞാൽ ഭവിക്കുമാറാകട്ടെ എന്നുള്ള ഒരു സങ്കല്പമാണ്. ഇത് ഭവിക്കുമാറാകട്ടെ. എങ്ങനെ ഭവിക്കുമാറാകട്ടെ? ഭൂയാത് ഭാരത പങ്കജം. ഈ ഭാരതമാകുന്ന താമര ഭവിക്കുമാറാകട്ടെ. എങ്ങനെ? കലിമല പ്രധ്വംസി. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള കലിദോഷങ്ങളെ മുഴുവനും നീക്കുന്നതായിട്ട് ഭവിക്കുമാറാകട്ടെ. കലി എന്താണെന്ന് അറിയാലോ എല്ലാവർക്കും അല്ലെ? കലികാലം. അത് കൂടാതെ കലി എന്നുള്ളതിന് വേറെ അർത്ഥമുണ്ട്. എന്താണ് കലി? ദേഷ്യം. അപ്പൊ ദേഷ്യം എന്നുള്ളത് എന്താണ്? ഒരു ദോഷമാണ് അല്ലെ? അതുകൊണ്ട് കലിമലം എന്ന് പറഞ്ഞിരിക്കുകയാണ്. കലിമലങ്ങളെ മുഴുവനും തന്നെ പ്രധ്വംസി ഭൂയാത്, നശിപ്പിക്കുന്നതായിട്ട് തീരട്ടെ. ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസി. ഇത് നമ്മുടെ കലിമലങ്ങളെ മുഴുവനും നീക്കുന്നതായിട്ട് ഭവിക്കുമാറാകട്ടെ. മാത്രമല്ല ശ്രേയസേ ഭൂയാത്. ഇത് നമുക്ക് ശ്രേയസ്സിനായിട്ടും ഭവിക്കുമാറാകട്ടെ. അതിമനോഹരമായിട്ടുള്ളൊരു ശ്ലോകാണ് അല്ലെ? അപ്പൊ ഇതിൽ മഹാഭാരതത്തിന്റെ മഹിമയെ കുറിച്ച് പറയുന്നു, ഒപ്പം തന്നെ ഭഗവത്ഗീതയുടെ മഹിമയെ കുറിച്ചും പറയുന്നു. അവസാനം എന്താണ് സങ്കല്പം? ഇത് ലോകത്തിന്റെ കലിമലങ്ങളെ മുഴുവനും, മനുഷ്യരുടെ ഉള്ളിലും ലോകത്തിലുമുള്ള കലിമലങ്ങളെ മുഴുവനും നീക്കാൻ ശക്തിയുള്ളതാണ്. അത് ആ വിധത്തിൽ ഭവിക്കുമാറാകട്ടെ എന്നാണ് പറയുന്നത്. ശരിക്കും മഹാഭാരതത്തിലുള്ള തത്വത്തെ നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തെ വിവേകത്തോടു കൂടിയിട്ടുള്ളതാക്കി തീർക്കാനും അതിലൂടെ സർവദോഷങ്ങളെയും നീക്കാനുള്ള പ്രയത്നത്തിൽ ഏർപ്പെടുന്നതിന് നമ്മളെ പ്രേരിപ്പിക്കാനും ഉതകുന്നതാണ്. അപ്പൊ ആ നിലയ്ക്കാണ് ഇത് കലിമല പ്രധ്വംസിയായിട്ട് ഭവിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് 7ാമത്തെ ശ്ലോകം. അടുത്തതായിട്ട് 8ാമത്തെ ശ്ലോകം. അതിപ്രസിദ്ധമായിട്ടുള്ള വരികളാണ് അല്ലെ? ഏറ്റവും നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള
മഹിമയാർന്ന അർത്ഥത്തെ പറയുന്ന വരികളാണ്. ഏതാണ് വരികള്? മൂകം കരോതി വാചാലം പങ്കുലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. എന്താണ് പറയുന്നത്? മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാ തം അഹം വന്ദേ പരമാനന്ദമാധവം. മൂകം വാചാലം കരോതി, മൂകനെ വാചാലനാക്കി തീർക്കുന്നതും, അതുപോലെ തന്നെ പങ്കും ലംഘയതേ ഗിരിം, മുടന്തനായിട്ടുള്ള ഒരാളെ, പങ്കു പറഞ്ഞാൽ മുടന്തനായിട്ടുള്ള ആൾ, മുടന്തനായിട്ടുള്ള ഒരാളെ ലംഘയതേ കടത്തി കൊടുക്കുന്നു. ഗിരിം ലംഘയതേ മല കയറ്റി കൊടുക്കുന്നു. മുടന്തനായിട്ടുള്ള ഒരാൾക്ക് നേരെ തന്നെ നടക്കാൻ പ്രയാസമാണ്. പക്ഷെ അയാൾക്ക് മല കടക്കുന്ന, വലിയ പർവ്വതം അതിക്രമിക്കുന്നതിന് വരെയുള്ള സാമർഥ്യം കൈവരുന്നു. അത് ഇങ്ങനെ അസാധ്യം എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ സാധ്യമാക്കി തീർക്കുന്നത്. അതാണ് ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂകനെ വാചാലനാക്കി തീർക്കുന്നു, പങ്കുവിനെ മല, അല്ലെ, ഗിരിം ലംഘയതേ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ അസാധ്യം എന്ന് കരുതുന്ന കാര്യങ്ങൾ ആരുടെ കൃപയാണോ നമുക്ക് സാധ്യമാക്കി തീർക്കുന്നത്? ഈശ്വര കൃപ കൊണ്ട് നമുക്ക് ഏത് അസാധ്യമെന്ന് കരുതുന്ന കാര്യത്തെയും സാധിപ്പിക്കാനായിട്ട് കഴിയും. എത്രയോ മഹാത്മാക്കളുടെ അനുഭവമാണത്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിലുള്ള അനുഭവം, അല്ലെ? ആ ഒരു മഹത്തായിട്ടുള്ള കൃപ സംസാരശേഷി ഇല്ലാത്ത ആളെ സംസാര കുശലനാക്കി തീർക്കുന്നു. പലപ്പോഴും പറയാറുണ്ട്, മൂകാംബിക ക്ഷേത്രം ഉണ്ടല്ലോ, കൊല്ലൂര് മൂകാംബിക ക്ഷേത്രം. അവിടെ ഭഗവതിയുടെ, ദേവിയുടെ ജിഹ്വയാണ് അവിടെ പതിച്ചത് എന്നാണ്. ആ കഥ അറിയാലോ. ശക്തിപീഠങ്ങളിലൊന്നായിട്ട് മാനിക്കപ്പെടുന്ന ക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. അവിടെ ശിവൻ സതീദേവിയുടെ ദേഹം കയ്യിൽ പിടിച്ച് നൃത്തം ചെയ്ത സമയത്ത്, ആ ചരിതം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കട്ടെ, ദേവിയുടെ ദേഹം പല കഷ്ണങ്ങളായിട്ട് ഭാഗിക്കുകയും അത് പല സ്ഥലങ്ങളിൽ പോയിട്ട് പതിക്കുകയും ചെയ്തു എന്ന്. അതിൽ ദേവിയുടെ ജിഹ്വ, നാവ് പോയിട്ട് വീണ സ്ഥലമാണ് മൂകാംബിക എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ പോയിട്ട് ഭജിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് അവിടെ വിദ്യക്ക് അത്രയും, വാഗ്ദേവതയ്ക്ക് അത്രയും, വാഗ്ദേവതയാണ് അവിടെ ഇരിക്കുന്ന ദേവി. അപ്പൊ അവിടെ പോയിട്ട് ഭജിച്ചിട്ട് എത്രയോ മഹാത്മാക്കള്, പലരും ജന്മനാ സംസാരശേഷി ഇല്ലാത്ത ആളുകള് ഈശ്വര ഭജനം കൊണ്ട്, ദേവിയുടെ ഉപാസന കൊണ്ട് സംസാരിക്കാനുള്ള കഴിവ് നേടിയ ചരിത്രം മഹാത്മാക്കളുടെ ചരിതങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെ നമുക്കിപ്പോ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ഉദാഹരണം എടുക്കാം നമുക്ക്. അത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം എന്നല്ല, ഏത് ക്ഷേത്രത്തിലായാലും നമുക്ക് അത്രയും ഭക്തിയോട് കൂടിയിട്ട് നമ്മൾ ഉപാസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം നമുക്കുണ്ടാവും. ഇപ്പൊ ശബരിമല അയ്യപ്പനെ ഭജിച്ചിട്ട് സംസാരിക്കാൻ കഴിയില്ലാത്ത ഒരു കുട്ടി ശബരിമല ശാസ്താവിനെ, ഭഗവാനെ ഭജിച്ചിട്ട് സംസാരശേഷി കൈവരിച്ചതായിട്ടുള്ള അനുഭവ ചരിതങ്ങള് നമ്മൾ യൂട്യൂബിലൂടെയും മറ്റ് സോഷ്യൽ മാധ്യമങ്ങളിലൂടെയും ഒക്കെ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഭക്തിഗാനങ്ങളൊക്കെ ചൊല്ലുന്ന ഒരു സംഗീതജ്ഞനുണ്ട്, ഒരു പാട്ടുകാരൻ. അദ്ദേഹത്തിന് ഈ ശരിക്കും ഉച്ചാരണം ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നില്ല. ജന്മനാ തന്നെ അദ്ദേഹത്തിന് ഉച്ചരിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം അയ്യപ്പസ്വാമിയുടെ ഭജനകൾ ചൊല്ലി അദ്ദേഹത്തിന് ആ ഒരു പരിമിതിയെ മറികടക്കാൻ സാധിച്ചു എന്നാ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവ കഥകൾ നമുക്ക് ലോകത്തിൽ പല ഭക്തന്മാരുടെയും ജീവിതത്തിൽ നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ടുണ്ട്. നമുക്കും പല വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. നമ്മൾ ഏറ്റവും പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത്, അല്ലെ, ഭഗവാനെ നമ്മൾ പരിപൂർണമായിട്ട് സമാശ്രയിക്കുകയും ആ പ്രയാസത്തിൽ നിന്നും നമ്മൾ എങ്ങനെയാണെന്നറിയാതെ നമ്മളെ ഭഗവാൻ കരകയറ്റിയതുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടാവും. ഇനി ലോകത്തിൽ ഏത് വിധത്തിലുള്ള കാര്യം ചെയ്യുന്നതിനും
നമ്മൾ എന്ത് കാര്യവും എനിക്കറിയാമെന്നുള്ള അഹങ്കാരത്തോട് കൂടിയിട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും നമുക്ക് അത് ഫലപ്രദമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. നേരെ മറിച്ച് ഭഗവാനിൽ പരിപൂർണമായിട്ടുള്ള സമർപ്പണത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളിലൂടെ ഭഗവാൻ നിർവഹിച്ചു കൊള്ളുന്നുള്ളതാണ്. അപ്പൊ അസാധ്യമെന്ന് നമ്മൾ കരുതുന്ന പ്രവൃത്തികൾ നമുക്ക് സാധ്യമാക്കി തരാൻ ശക്തിയുള്ളതാണ് ഈശ്വരന്റെ കൃപ. ഇതാണ് ആ വരികളുടെ താല്പര്യം. മൂകം കരോതി വാചാലം പങ്കുൽ ലംഘയതേ ഗിരി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ താല്പര്യം ഇതാണ്. അസാധ്യമായിട്ടുള്ളത് പോലും നമുക്ക് സാധിപ്പിക്കുന്ന ആ ഈശ്വര കൃപ എന്നാണ് അവിടെ പറയുന്നത്. ഇനി തിരിച്ച് മൂകം കരോതി വാചാലം എന്നുള്ള വാക്യത്തിന്റെ അർത്ഥം എന്താണ്? മൂകനായിട്ടുള്ള ആളെ വാചാലനാക്കി തീർക്കുന്നു എന്നാണ്. അപ്പൊ സംസാരിക്കാൻ കഴിയാത്ത ആളെ സംസാരശേഷിയുള്ളവനാക്കി തീർക്കുന്നു എന്നൊരർത്ഥം. വേറൊരർത്ഥം എന്താണ്? സംസാരിക്കാനൊക്കെ അറിയാം, പക്ഷെ വേണ്ടത് പറയാൻ അറിയില്ല. നമുക്കൊക്കെ എല്ലാവർക്കും സംസാരശേഷിയുണ്ട്, പക്ഷെ നാവ് തുറന്നാൽ എന്താ പറയാ? അബദ്ധങ്ങളാണ് നമ്മൾ പറയുന്നുണ്ടാവുക. അത് എന്താണ്? മൂകതയാണ്, അല്ലെ? അത് മൂകതയാണ്. ആ മൂകതയെ നീക്കിയിട്ട് എന്ത് ചെയ്യുന്നു ഈശ്വരകൃപ? നമ്മളെ നല്ല പോലെ വാചാലനാക്കി തീർക്കുക പറഞ്ഞാൽ വാക്കുശലനാക്കി തീർക്കുക എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എടുക്കാം. നമുക്ക് വേണ്ടത് പറയാനുള്ള സാമർഥ്യം ഈശ്വരകൃപ കൊണ്ട് വന്നു ചേരുന്നു. നമുക്കിപ്പോ എന്താണ് വിവേകാനന്ദ സ്വാമികളുമായിട്ട് സ്വാമിജിയുടെ ഉദാഹരണം നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം അതൊരു അസാമാന്യമായിട്ടുള്ള പ്രതിഭ നമുക്ക് അവിടെ കാണണം. എന്നാലും പറയാം, വിവേകാനന്ദ സ്വാമികള് ചിക്കാഗോ സമ്മേളനത്തിൽ പോയിട്ട് അവിടെ പ്രസംഗവേദിയിലേക്ക് കയറുന്നതിന് മുമ്പ് സ്വാമിജി മുന്നിലേക്ക് നോക്കിയ സമയത്ത് അവിടെ ഒരു 7000-ഓളം പ്രതിനിധികൾ പല രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള പല വിശേഷങ്ങളോട് കൂടിയിട്ടുള്ള 7000-ഓളം പ്രതിനിധികളെ കാണുക. അപ്പൊ അവരെ കണ്ട സമയത്ത് സ്വാമിജി എന്ത് പറയണം ഒന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ല, എഴുതി തയ്യാറാക്കിയിട്ടുള്ളതോട് കൂടിയിട്ടൊന്നും അല്ല പോയത്. അപ്പൊ എന്ത് പറയണം എന്ന് ആശങ്കപ്പെട്ടിട്ട് സ്വാമിജി ആ പ്രസംഗപീഠത്തിൽ മൈക്കിന്റെ മുന്നിൽ പോയി നിന്ന് അവിടുന്ന് സരസ്വതി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ഈ ഭഗവത്ഗീതയിലുള്ള ഈ ഒരു ശ്ലോകത്തെ ഓർത്ത് അത് മനസ്സിൽ ഉച്ചരിച്ചു കൊണ്ടാണ് സ്വാമിജി വാക്ക് ആദ്യമായിട്ട് ഉച്ചരിച്ചത് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു വാക്കുകളുടെ ശക്തി, അല്ലെ, അതിനാ ഒരു ശക്തി കൊടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന വാക്കിനെ ഇത് ഫലിക്കാനുള്ള ശക്തി തരുന്നത് ആരാന്ന് ചോദിച്ചാൽ ആ ഈശ്വരന്റെ കൃപയാണ്. ഇത് ഒരർത്ഥം. രണ്ടർത്ഥം നമ്മൾ പറഞ്ഞു. ഒന്ന്, അക്ഷരാർത്ഥത്തിൽ സംസാരിക്കാൻ ശേഷിയില്ലാത്ത ആളെ സംസാരശേഷിയുള്ള ആളാക്കി തീർക്കുന്നു. മറ്റൊന്ന് എന്താണ്? വാക്കുശലത ഇല്ലാതെ വായ തുറന്നാൽ അബദ്ധങ്ങളും അല്ലെ ഒക്കെ പറയുന്ന നമ്മളെ ശരിയായ രീതിയിൽ സംസാരിക്കുന്നതിന് ശേഷിയുള്ള ആളാക്കി തീർക്കുന്നു. ഇത് വേറൊരർത്ഥം. ഇനി തിരിച്ചു തിരിച്ചും വേണമെങ്കിൽ പറയാം. എങ്ങനെയാ തിരിച്ചു പറയാ? വാചാലം മൂകം കരോതി വാചാലം എന്ന് പറഞ്ഞാൽ മൂകനെ വാചാലനാക്കി തീർക്കുന്നതാണ് ഈശ്വരകൃപ എന്നർത്ഥം. ഇനി തിരിച്ചു പറയുകയാണെന്നുണ്ടെങ്കിലോ, വാചാലനായിരിക്കുന്ന ഒരാളെ മൂകനാക്കി തീർക്കുന്നു. അതും ഈശ്വരകൃപയാണെന്നാ പറയുന്നത്. വാചാലനായിരിക്കുന്ന ഒരാൾ പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു വിവേകമൊന്നുമില്ലാതെ ഇങ്ങനെ വാക്ശക്തിയെ ദുർവിനിയോഗം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആള്. നേരത്തെ പറഞ്ഞു നമുക്കൊക്കെ വാക്ശക്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങനെയാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ എപ്പോഴും ശരിയായ വിധത്തിലാണ് ഉപയോഗിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ വാചാലനായിട്ട് ഒരുപാട് സംസാരിച്ച് ഊർജം മുഴുവനും വെറുതെ കളയുന്ന ആളെ, ഇങ്ങനെ ബഹിർമുഖമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ എന്ത് ചെയ്യുന്നു ഈശ്വരകൃപ? മൂകനാക്കി തീർക്കുന്നു, വാക്കടങ്ങിയവനാക്കിയിട്ട് തീർക്കുന്നു. വാക്കടങ്ങണം എന്നുണ്ടെങ്കിൽ ആരടങ്ങണം? മനസ്സടങ്ങണം, അല്ലെ? അപ്പൊ മനസ്സടങ്ങിയവനായിട്ട് തീർക്കുന്നു. നമുക്കൊക്കെ അതാണ് വേണ്ടത്. എന്താ വേണ്ടത്? വാക്ക് അടങ്ങണം. അതിനു വേണ്ടിയിട്ട് നമ്മളോട് ആധ്യാത്മിക സാധനയായിട്ട് എന്ത് പറയാറുണ്ട്? ആധ്യാത്മിക സാധനയായിട്ട് മൗനവ്രതം എടുക്കാൻ പറയാറുണ്ട്.
എന്തിനാണത്? നമ്മുടെ ഊർജത്തെ പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ അത് ഉള്ളിൽ സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വലിയൊരു സാധനയാണ് ശരിക്കും നമുക്ക് മൗനവ്രതം ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ വളരെ പ്രയാസമാണ് അല്ലേ? നമ്മുടെ വാക്കിനെ പുറത്തു പോവാതെ ഉള്ളിൽ തന്നെ നിർത്താൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും സ്ഥൂലമായിട്ടുള്ള അർത്ഥത്തിൽ പോലും മൗനവ്രതം എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. എന്താ സ്ഥൂലമായിട്ടുള്ള അർത്ഥത്തിലുള്ള മൗനവ്രതം? മിണ്ടാതിരിക്കുക എന്നുള്ളത്. കുറച്ചുകൂടി സൂക്ഷ്മമായിട്ടുള്ള അർത്ഥത്തിൽ എന്താണ് മൗനവ്രതം ചോദിച്ചാൽ, വാക്ക് ഉള്ളിൽ വരാത്ത വിധത്തിൽ. ഉള്ളിൽ മറ്റ് നമുക്ക് വാക്കൊക്കെ വരുന്നുണ്ട്, പക്ഷെ മൗനവ്രതാണെന്നുള്ളതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നില്ല. അതാണ് ഏറ്റവും സ്ഥൂലമായിട്ടുള്ള അർത്ഥത്തിൽ മൗനവ്രതം. പക്ഷെ സൂക്ഷ്മമായിട്ടുള്ള അർത്ഥത്തിൽ മൗനവ്രതം എന്ന് പറയുമ്പോൾ നമ്മൾ ആ വാക്ക് തന്നെ, വാക്കിന് പല രൂപങ്ങളുണ്ട് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? പരാ, പശ്യന്തി, മധ്യമ, വൈഖരി എന്ന് പറഞ്ഞിട്ട് 4 രൂപങ്ങൾ പറയും. അതിൽ വൈഖരി എന്നുള്ളതാണ് മറ്റുള്ള ആളുകൾ കേൾക്കുന്നത്. വൈഖരി എന്ന് പറയുമ്പോൾ നമ്മൾ പുറമേക്ക് ഉച്ചരിക്കുന്ന വാക്കാണ് വൈഖരി. അതിന്റെ മൂലമായിട്ടുള്ള ഭാവത്തിനെയാണ് എന്ത് പറയണത്? പരാ എന്ന് പറയുന്നത്. പര പിന്നെ എന്താവും? പശ്യന്തിയാവും, കുറച്ചുകൂടി പ്രകടാവും. പിന്നെ മധ്യമയായിട്ട് തീരും. മധ്യമയായിട്ട് തീരുമ്പോഴേക്കും ആശയങ്ങളൊക്കെ രൂപപ്പെട്ടു, പറയാനുള്ള വാക്കുകളൊക്കെ ഏകദേശം നമ്മുടെ ആ ഒരു പ്രജ്ഞയിലേക്ക് വന്നു. പിന്നെ നമ്മളത് സംസാരിക്കുമ്പോൾ അത് വൈഖരിയാണ്. അപ്പൊ നമ്മൾ സാധാരണ മൗനവ്രതത്തിൽ വൈഖരിയെ മാത്രം തടയാറുള്ളത്. പക്ഷെ അതിന്റെ മൂലത്തിൽ നിന്ന് തന്നെ അതിനെ നമുക്ക് നിരോധിക്കാൻ സാധിച്ചാൽ അതെന്താണ്? ഉത്തമമായിട്ടുള്ള മൗനവ്രതാണെന്ന് പറയാം. അത് അത്ര എളുപ്പമാണോ ചോദിച്ചാൽ, മനസ്സ് വളരെ ചഞ്ചലമായിട്ടുള്ള ഒന്നാണ് അല്ലെ? അപ്പൊ അതിലിങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. ചിന്തകൾ നമ്മളറിയാതെ വാക്കായിട്ട് പുറത്തേക്ക് വരും. അപ്പൊ അതിനെ തടയാന്ന് വെച്ചാൽ അത്രയും ആത്മനിയന്ത്രണം ഉള്ളവർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. അപ്പൊ ആ വിധത്തിൽ വാക്കിനെ നിയന്ത്രിക്കാൻ ആരുടെ കൃപ വേണം? ഈശ്വരന്റെ കൃപ നമുക്ക് ഉണ്ടായിരിക്കണം. വേണ്ടാത്തത് പറയാതിരിക്കാൻ തന്നെ ഈശ്വര കൃപ വേണം. വേണ്ടേ? നമ്മൾ പറയണ്ടെന്ന് വിചാരിക്കുന്നത് പോലും അറിയാതെ പറഞ്ഞു പോകും. നമുക്ക് വാക്കിന് ഏറ്റവും പ്രയാസമുള്ള ആളാണ്, നിയന്ത്രിക്കാൻ ഏറ്റവും പ്രയാസമുള്ള 2 ആൾ. ഒരു കരണങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പ്രയാസമാണ്. കണ്ണിനെ ആയാലും ചെവിയെ ആയാലും ഒക്കെ നിയന്ത്രിക്കാൻ പ്രയാസമാണ്. പക്ഷെ അതിൽ ഏറ്റവും പ്രയാസമുള്ളത് ആരെ നിയന്ത്രിക്കാനാണ്? വാക്കിനെ നിയന്ത്രിക്കാൻ, നാവിനെ നിയന്ത്രിക്കാനാണ്. കാരണം പറയും, നാവിൽ 2 ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ജ്ഞാനേന്ദ്രിയവും ഉണ്ട്, ഒരു കർമ്മേന്ദ്രിയവും ഉണ്ട് നാവില്. ഏതാണ് കർമ്മേന്ദ്രിയം ചോദിച്ചാൽ വാക്ക്. ജ്ഞാനേന്ദ്രിയം ഏതാണ്? സ്വാദറിയാനുള്ള രസനം. ഇത് 2 നമുക്ക് നിയന്ത്രിക്കാൻ വളരെ പ്രയാസമാണ് അല്ലെ? സ്വാദിനെയും അതുപോലെ തന്നെ സംഭാഷണം ചെയ്യാനുള്ള ആ ഒരു പ്രവണതയെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചാൽ ലോകം മുഴുവനും നിയന്ത്രിച്ചതിന് തുല്യമാണ്, അഥവാ മറ്റ് കരണങ്ങളെയൊക്കെ നിയന്ത്രിച്ചതിന് തുല്യമാണെന്ന് പറയും. അപ്പൊ ഇവിടെ പറയാണ്, വാചാലനായിരിക്കുന്ന ഒരാളെ ആരാണോ മൂകനാക്കി തീർക്കുന്നത്. ഒരു ഉപമ പറയാറുണ്ട് ആചാര്യന്മാര്. എന്താന്ന് വെച്ചാൽ, നമ്മള് ഈ വെണ്ണ എടുത്തിട്ട് അടുപ്പത്ത് വെച്ചു എന്ന് വെച്ചോട്ടെ. വെണ്ണ നമ്മൾ അടുപ്പത്ത് വെച്ചാൽ തീ കൂട്ടിയിട്ട് അടുപ്പത്ത് വെച്ചാൽ എന്താ സംഭവിക്കുക? ചീഞ്ചട്ടിയില് ശബ്ദകോലാഹലമായിരിക്കും അല്ലെ? എത്ര നേരം ഉണ്ടാവുക ശബ്ദകോലാഹലം? അതിലുള്ള ജലാംശം മുഴുവനും വറ്റിത്തീരുന്നത് വരെ. ജലാംശം വറ്റിത്തീർന്നാലോ പിന്നെ ഒരു കോലാഹലവും ഇല്ല, ശാന്തമായിട്ട് അത് തിളച്ചു മറിയുന്നുണ്ടാവും, പക്ഷെ ഒരു ശബ്ദവും ഇല്ല. അതുപോലെയാണ് നമ്മൾ പാകപ്പെടാതിരിക്കുന്ന സമയത്ത് ഒരുപാട് കോലാഹലം ഉണ്ടാവും, പക്ഷെ പാകപ്പെട്ട് കഴിഞ്ഞാലോ പിന്നെ ശാന്തമായി അല്ലെ? പിന്നെ ആ തിളച്ചു മറിയല് അത് ചൂടൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ തന്നെയും എന്തില്ല, പൊട്ടലും ചീറ്റലും ഒന്നുമില്ല. ആ ഉദാഹരണത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ പാകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശബ്ദകോലാഹലങ്ങളൊക്കെ അടങ്ങി എന്താ, ഈ വാക്ക് ഉള്ളിൽ അടങ്ങി മൗനത്തിൽ നമ്മൾ പ്രതിഷ്ഠിതന്മാരായിട്ട് തീരുന്നു. അതാണ് വാചാലനെ മൂകനാക്കി തീർക്കുന്ന ഈശ്വരകൃപ എന്ന് പറയുമ്പോൾ അർത്ഥാവുന്നത്. അപ്പൊ നമുക്ക് ഈശ്വരകൃപ 2നും വേണം. നല്ല വാക്കുച്ചരിക്കാനും ഈശ്വരകൃപ വേണം,
ഇനി തിരിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ വാക്കിനെ നിയന്ത്രിക്കാനും നമുക്ക് ഈശ്വരകൃപ ആവശ്യമാണ്. അപ്പൊ മൂഖം കരോതി വാചാലം, പിന്നെ പങ്കുല്ലംഘയതേ ഗിരിം. ഇപ്പോ ഈ കേദാർനാഥത്ത് പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? കേദാർനാഥത്ത് വലിയ പ്രയാസമാണ് അങ്ങോട്ടേക്ക് പോകാനായിട്ട് അല്ലെ. മറ്റേ ഡോളിയുടെ ഒക്കെ സഹായത്തോട് കൂടിയിട്ടാണ് ആളുകൾ പോകുന്നത്. ഇപ്പൊ റോപ്പ് വേ ഉണ്ടോ? ഇല്ല, റോപ്പ് വേ ആയിട്ടില്ലല്ലോ, ഇല്ല. പിന്നെ മറ്റേ എന്താണ് കോവർക്കഴുത, കുതിര, കുതിര എന്ന് പറയുന്നത് ഈ കോവർക്കഴുതയാണ് അവർ കുതിര എന്ന് പറയുന്നത്. അതിന്റെ പുറത്ത് കയറിയിട്ടൊക്കെ നമുക്ക് പോവാം. പക്ഷെ നടന്നു പോയിട്ടുള്ളവർ എത്ര പേരുണ്ട്? കുറച്ച് നടന്നു. അത്ര എളുപ്പമാണോ നടക്കാൻ? വലിയ പ്രയാസമാണ് അല്ലെ. കാല് രണ്ടും ഉണ്ടായിട്ട് തന്നെ നടക്കാൻ വലിയ പ്രയാസമാണ്. പക്ഷേ അങ്ങനെയുള്ള പ്രയാസമേറിയിട്ടുള്ള വഴിയിൽ ഈ അരഭാഗത്ത് നിന്ന് താഴോട്ട് ഒന്നുമില്ലാതെ, കാലൊന്നുമില്ലാത്ത ആളുകള്, അങ്ങനെയുള്ള ആളുകള് ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് കാണാനിടയായിട്ടുള്ള ചരിത്രം സ്വാമിജി പറയണ്ടായിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണഗതിയിൽ പോലും നടക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് തരണം ചെയ്യാൻ പ്രയാസമായിട്ടുള്ള ആ വഴി ഈ മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റാത്ത ആളുകള്, അംഗഭംഗം വന്നിട്ടുള്ള, അംഗവൈകല്യം വന്നിട്ടുള്ള ആളുകള്, അവര് എങ്ങനെയാണ് ഒരാൾ പോകുന്നത് കണ്ടത്? ഇത്രേ ഇങ്ങനെ എന്താ പറയാ, ഈ കാലല്ല, ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ഒരു ഭാഗം ഒരു സ്ഥലത്ത് കുത്തിവെക്കും, എന്നിട്ട് മലക്കം മറിയാ ചെയ്യുന്നത്, എന്നിട്ട് തലഭാഗം കുത്തിവെച്ചിട്ട് വീണ്ടും മലക്കം മറിയും. അപ്പൊ ആ വിധത്തിലാണെങ്കിൽ തന്നെയും ഇത്രയും അസാധ്യമായിട്ടുള്ള ഈ കാര്യം സാധിപ്പിക്കുന്ന ഈശ്വരകൃപ, അക്ഷരാർത്ഥത്തിൽ തന്നെ നമുക്ക് അസാധ്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് സാധ്യമാക്കി തീർക്കുന്നതാണ് ആ ഈശ്വരകൃപ. ഈശ്വരകൃപ ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടായിട്ടും പ്രയോജനമില്ല. നമുക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാവാം, നമുക്ക് നല്ല കഴിവുകൾ ഉണ്ടാവാം, പക്ഷെ ഈശ്വരകൃപ ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഒരു വിധത്തിലുള്ള ശാന്തിയോ സമാധാനമോ വിജയമോ ഒന്നും കൈവരിക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ നമുക്ക് ഉദാഹരണം പറയാം, നമ്മുടെ പരിചയത്തിലുള്ള ആളുകൾ തന്നെ ഉണ്ടാവും, നല്ല ബുദ്ധിശക്തി ഉണ്ടാവും, അറിവുണ്ടാവും, പക്ഷെ അവർക്ക് ജീവിതത്തിൽ ചിലപ്പോൾ അവര് തെരുവിലൊക്കെ നടക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു വരും. അതൊന്നും ഇല്ലാത്ത, അക്ഷരാഭ്യാസമോ പോലും ഇല്ലാത്ത ആളുകൾ ജീവിതത്തിൽ നല്ല ഉയർന്ന നിലയിൽ ലോകത്തിൽ ജീവിക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം ഉണ്ടാവണത് ചോദിച്ചാൽ, എന്താണ് ഈ വ്യത്യാസത്തെ ഉണ്ടാക്കി തീർക്കുന്ന ഘടകം? ഈശ്വരാനുഗ്രഹമാണ്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. പക്ഷെ വേറൊരു കാര്യം ഇവിടെ പ്രധാനമായിട്ട് ചിന്തിക്കാനുണ്ട്. എങ്ങനെയാണ് ഈശ്വരാനുഗ്രഹം നമുക്ക് കിട്ടുന്നത്? ഈശ്വരാനുഗ്രഹം എങ്ങനെ ഉണ്ടാവും? ഈശ്വരന് ഇഷ്ടപ്പെട്ട ആളെ തെരഞ്ഞു പിടിച്ചിട്ട് അനുഗ്രഹം കൊടുക്കുകയാണോ? ആളെ രൂപത്തിലൊക്കെ പ്രത്യക്ഷപ്പെടും അല്ലെ. പക്ഷെ അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ഈശ്വരന്റെ ഒരു കൈ നമ്മുടെ ജീവിതത്തിൽ കൂടെ ഉണ്ട് എന്ന് വരുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ, അതിന്റെ കാരണമായിട്ട് നിൽക്കുന്നത് ആരാണ്? അഥവാ അത് ഉണ്ടാക്കി തീർക്കുന്നത് ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ്. എങ്ങനെ ചോദിച്ചാൽ, നമ്മുടെ സമർപ്പണത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അതുപോലെ മറ്റ് സാധനകളിലൂടെയും ഒക്കെ നമ്മൾ ആർജിക്കുന്നതാണ് ആ ഈശ്വരകൃപ. അല്ലാതെ ഒരാൾക്ക് ഈശ്വരൻ പ്രത്യേകമായിട്ടൊരു ഇഷ്ടം തോന്നിയിട്ട് ഒരു കൃപ കൊടുക്കുന്നതൊന്നും അല്ല. അങ്ങനെയൊന്നും ആർക്കും കൃപ ഉണ്ടാവില്ല. ചിലരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് തോന്നും, അയാളിപ്പോ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ, പക്ഷെ ഭഗവാൻ അയാൾക്ക് വാരിക്കോരി കൊടുക്കണല്ലോ. അങ്ങനെ ചിലപ്പോൾ തോന്നാറില്ലേ? ഭഗവാൻ അയാൾക്ക് ഇഷ്ടം പോലെ അനുഗ്രഹം നൽകുന്നല്ലോ. നമ്മളിവിടെ നല്ല രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് എന്നും അമ്പലത്തിൽ പോകണു, തൊഴുന്നു, രാവിലെ എണീറ്റ് ജപിക്കുന്നു, പക്ഷെ നമുക്ക് ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ മാത്രം. ഇതൊന്നും ചെയ്യാത്ത ആൾക്കാർക്കോ എല്ലാ വിധത്തിലുള്ള ഉയർച്ചയും കൊടുക്കുന്നു. ചിലപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് തോന്നിയെന്ന് വരും. അതെന്താ കാരണം? അങ്ങനെ നമുക്ക് തോന്നാൻ എന്താ കാരണം ചോദിച്ചാൽ, നമുക്ക് ഈ തൽക്കാലുള്ളതിന് മാത്രമേ കാണാനുള്ള കഴിവുള്ളൂ. അതാണ് കാരണം. നമുക്ക് എന്താ പറയാ, ഭഗവാനുള്ളത് ഒരു ഉയർന്ന ദൃഷ്ടിയാണ്. ഭഗവാൻ എവിടെയാണ്? എല്ലാത്തിനും ഉപരിയാണല്ലോ ഭഗവാൻ. അപ്പൊ ഭഗവാന്
ഇപ്പൊ നമ്മൾ പറയില്ലേ സാറ്റലൈറ്റ് വ്യൂ, നമ്മളിപ്പം യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് GPS ഒക്കെ ഉപയോഗിക്കും നമ്മൾ വഴി കാണാൻ വേണ്ടി. മാപ്പ് അതെവിടുന്ന് കിട്ടുന്ന വ്യൂ ആണ്? അത് സാറ്റലൈറ്റിനെ ഉപയോഗിച്ചിട്ട് രൂപീകരിക്കുന്നതാണ് ആ ഒരു സംവിധാനം എന്നുള്ളത്. അപ്പൊ അതുപോലെ ഒരു GPS വ്യൂ ആർക്കുണ്ട്? ഒരു സാറ്റലൈറ്റ് വ്യൂ ആർക്കുണ്ട്? ഭഗവാനുണ്ട്. നമ്മൾ പക്ഷെ ഇപ്പൊ നമ്മൾ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് നമ്മൾ ഈ മാപ്പൊന്നും ഇല്ലാണ്ട് പോവുകയാണെന്ന് വെച്ചാൽ നമുക്ക് എത്രയേ കാണാൻ പറ്റുള്ളൂ? നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ എത്രയേ കാണുന്നുള്ളൂ? കുറച്ചു കാലം പിന്നോട്ടും കുറച്ചു കൊല്ലം മുന്നോട്ടും, ഇത്രയും നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ ഭഗവാന് ഈ കുറച്ചു കൊല്ലം അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് മാത്രമല്ല കാണാൻ പറ്റുക, ആദ്യം തൊട്ട് അവസാനം. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് മുഴുവനും, ആ കണക്ക് മുഴുവൻ ആരെടുത്തുണ്ട്? ഭഗവാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ കണക്ക് വെച്ചിട്ടാണ് ഭഗവാൻ ഈ റൂട്ട് മാപ്പ് തയ്യാറാക്കി നമുക്ക് തരുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ചിലപ്പോ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമുക്ക് പെട്ടെന്ന് തന്നെ അനുഭവത്തിൽ വരുന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിയെന്ന് വരും. ഭഗവാൻ പക്ഷെ കണക്ക് തെറ്റാതെ നമുക്ക് വേണ്ടത് അതത് സമയത്ത് തന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഒരാൾ ഈ ജന്മത്തിൽ കുറെ ദുഷ്ടതയൊക്കെ ചെയ്തിട്ടും അയാൾക്ക് നല്ല അനുഭവങ്ങൾ വരുന്നതായിട്ട് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കിക്കൊള്ളണം? അയാൾക്ക് ആ നല്ല അനുഭവങ്ങൾ വരാനുള്ള എന്തോ കർമ്മങ്ങൾ അയാൾ മുമ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് യുക്തി. നമ്മളിപ്പം നല്ലതൊക്കെ ചെയ്തിട്ടും നമുക്ക് അതിന്റെ ഫലം പെട്ടെന്ന് അനുഭവത്തിൽ വരുന്നില്ല എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന നല്ലതിന് ഫലമില്ലാന്ന് അർത്ഥമില്ല. ആ നല്ലത് നമുക്ക് വരാൻ ഇപ്പൊ കുറച്ച് തടസ്സങ്ങളുണ്ട് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ ആ ഫലം കിട്ടാൻ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ട്. ആ തടസ്സങ്ങൾ നീങ്ങുന്ന സമയത്ത് നമുക്കത് തീർച്ചയായിട്ടും വന്ന് ചേരുന്ന ചെയ്യും. അപ്പൊ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അനുഗ്രഹം എന്നുള്ളത് ഈശ്വരൻ ഏതെങ്കിലും ചില പ്രത്യേക ആളുകളെ തെരഞ്ഞു പിടിച്ചിട്ട് കൊടുക്കുന്ന ഒരു സമ്മാന പൊതിയൊന്നും അല്ല. പിന്നെന്താണ് ഈ അനുഗ്രഹം എന്നുള്ളത്? ഓരോ ജീവനും കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നതാണ്. ചിലപ്പോ ആ കഷ്ടപ്പെട്ട് എന്നുള്ളത് ചിലപ്പോൾ തിരുത്തേണ്ടി വരും. കാരണം ഈശ്വര ഉപാസനയൊക്കെയാണല്ലോ ചെയ്യുന്നത്. അത് ആനന്ദകരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആനന്ദത്തോട് കൂടിയിട്ട് സമ്പാദിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് തിരുത്താം. പക്ഷേ സാധനാ മാർഗത്തിൽ ചരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എല്ലാവർക്കും അത്ര ആനന്ദകരമായിക്കൊള്ളുന്നില്ല. അതേതുപോലെ ചോദിച്ചാൽ കയ്പുള്ള നെല്ലിക്ക കഴിക്കുന്നത് പോലെയാണ്. തുടക്കത്തിൽ എന്തായിരിക്കും? കുറച്ച് പ്രയാസകരായിരിക്കും. ജീവിതത്തിൽ ചിട്ടയും നിഷ്ഠയും ഒക്കെ പാലിക്കണം. നിഷ്ഠയാണ് കേട്ടോ ചിട്ടയായിട്ട് മാറിയത് മലയാളത്തിൽ. അപ്പൊ നിഷ്ഠ പാലിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു സാധനയിൽ ഒരു നൈരന്തര്യം നമ്മൾ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അത് കുറച്ച് ക്ലേശകരമായിട്ട് നമുക്ക് തോന്നും. എന്തെങ്കിലും ഒരു സാധനം ഒരു മുടക്കവും ഇല്ലാണ്ട് ദിവസവും ചെയ്യണം എന്ന് വെച്ചാൽ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടോ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ? എന്തെങ്കിലും ഒരു സാധനം ഒരു മുടക്കം ഇല്ലാണ്ട് ദിവസവും ചെയ്യാം. ശരി. അപ്പൊ അങ്ങനെ നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമൊന്നുമല്ല. ഏറ്റവും ലളിതമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, ഭക്ഷണം കുടിച്ചിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ എന്നുള്ളൊരു നിഷ്ഠ നമ്മൾ വെച്ചു എന്ന് വെച്ചോട്ടെ. അപ്പോഴാണ് നമുക്ക് ഒരു നിഷ്ഠ പാലിക്കാൻ എത്രയാ പ്രയാസം എന്നുള്ളത് മനസ്സിലാവുക. അപ്പൊ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവും മുടക്കം വരുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ നല്ല നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നാമം ജപിച്ചിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ അങ്ങനെ നിശ്ചയിച്ചു എന്ന് വെച്ചോട്ടെ, അല്ലെങ്കിൽ ഭാഗവതം വായിച്ചിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ, ഇങ്ങനെയൊക്കെ നമ്മൾ നിശ്ചയിക്കുകയാണെന്നുണ്ടെങ്കിൽ മുടങ്ങാൻ 1000 കാരണങ്ങൾ ആ സമയത്ത് വന്നു ചേരും. അപ്പൊ നല്ല ഒരു നിഷ്ഠ പാലിക്കുന്ന ആൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ഗുണം എന്തായിരിക്കും? നിശ്ചയദാർഢ്യം ഉണ്ടാവും, നല്ല ഇച്ഛാശക്തി ഉണ്ടാവും അല്ലെ, ആ ഒരു നിഷ്ഠ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അതിനൊക്കെ കുറച്ച് കഷ്ടം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ സമ്പാദിക്കുന്നതാണ് ഈശ്വര കൃപ എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ ഈശ്വര കൃപ ഈശ്വര കൃപ നമ്മുടെ സൽക്കർമ്മങ്ങളെ കൊണ്ടും ഉപാസനകളെ കൊണ്ടും ഭക്തി കൊണ്ടും നമ്മൾ സമ്പാദിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മളിപ്പോ അയ്യോ എനിക്ക് ഈശ്വര കൃപയൊന്നും വരണില്ലല്ലോ അല്ലെ എന്ന് വിചാരിച്ച് വിഷമിക്കുന്നതിന് പകരം ചില ആളുകളുടെ ജീവിതത്തിലൊക്കെ അവർ പറയുന്നത് കേൾക്കും നമ്മൾ, ഈശ്വരൻ അവർക്ക് എന്താ പറയാ പല
അതൊക്കെ അവരുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളായിരിക്കും. ചില പ്രത്യേക വിഷമഘട്ടത്തിൽ ആ ഈശ്വരൻ അവരെ അതിൽ നിന്ന് രക്ഷിച്ചതായിട്ടൊക്കെയുള്ള, അല്ലെങ്കിൽ ഈശ്വരന്റെ നിർദ്ദേശം അവർക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ അവരിങ്ങനെ പറയുന്നുണ്ടാവും ചിലർ. അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് ഈശ്വരന്റെ നിർദ്ദേശമൊന്നും കിട്ടുന്നില്ലല്ലോ അല്ലെ. ഇപ്പൊ ചില പുണ്യജീവന്മാർക്ക് ഈശ്വരൻ കൊടുക്കുന്ന ചില അനുഭവങ്ങൾ മാത്രമാണ്, അതൊന്നും എല്ലാവർക്കും ഒന്നും കിട്ടില്ല എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിച്ചേക്കും. അങ്ങനെയൊന്നും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുക, നമ്മൾ ഭഗവാനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ പോയാൽ നമുക്ക് ആ കൃപ അനുഭവത്തിൽ വരാനിടയാവുക ചെയ്യും. ആ കൃപ എങ്ങനെയുള്ളതാണത്? ഒരിക്കലും വിഫലമാവാത്ത കൃപയാണ്. നാരദ ഭക്തി സൂത്രത്തിൽ മഹാത്മാക്കളുടെ കൃപയെ കുറിച്ചിട്ട് നാരദ മഹർഷി പറയുന്നുണ്ട്. ഇവിടെ നാരദ ഭക്തി സൂത്രം പഠിക്കുന്നുണ്ട് നിങ്ങൾ അല്ലെ. എങ്ങനെയുള്ളതാണ് മഹാത്മാക്കളുടെ കൃപ എന്ന് പറയാ? അമോഘമായിട്ടുള്ളതാണ് എന്ന് പറയും, ഒരിക്കലും വിഫലമാവാത്തതാണ്. അതുപോലെയാണ് ഈശ്വരന്റെ കൃപ. ഈശ്വര കൃപയ്ക്ക് ഒന്ന് പാത്രമാവാൻ നമുക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് 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 നയിക്കുക തന്നെ ചെയ്യും. ഈശ്വര കൃപ ഉണ്ടാവാനായിട്ടാണ് നമ്മൾ ജീവിതത്തിൽ പരിശ്രമിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ പരമാനന്ദ മാധവന്റെ, പരമാനന്ദ മാധവൻ ആരാണ്? മാധവൻ. മാധവൻ എന്ന് പറഞ്ഞാൽ മാ ലക്ഷ്മി എന്നൊരർത്ഥം. മാ പറഞ്ഞാൽ ലക്ഷ്മി, ധവൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്നർത്ഥം. അപ്പൊ മാധവൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മീപതി. ആരാണ്? വിഷ്ണു, വിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണനും ആ വിശേഷണം യോജിക്കും, ലക്ഷ്മീപതി എന്നൊരർത്ഥം. ഇനി ഉയർന്ന അർത്ഥം എന്താണെന്ന് വെച്ചാൽ മായയുടെ പതി. മാ എന്ന് പറഞ്ഞാൽ ആരാണ്? മാ. രണ്ടാമത്തെ അർത്ഥം മായായാഹ പതി, മായയുടെ പതി, മായയുടെ അധീശ്വരൻ. അതാരാണ്? ഈശ്വരൻ. അവിടെ വിഷ്ണു എന്ന് പ്രത്യേകിച്ച് അർത്ഥം എടുക്കേണ്ട ആവശ്യമില്ല, സാമാന്യമായിട്ട് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ മായയുടെ പതിയായിട്ടുള്ള ഈശ്വരനാണ് മാധവൻ. അപ്പൊ പരമാനന്ദ സ്വരൂപനാണ് ആ മാധവൻ. ഭഗവാന്റെ സ്വരൂപം എന്താണ്? ആനന്ദ സ്വരൂപമാണ്, പരമമായിട്ടുള്ള ആനന്ദം. ഇനി അപ്പുറത്തേക്ക് ഒരു അതിശയം ഇല്ല അല്ലെ. ഏറ്റവും പരമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഏറ്റവും വലുത് എന്നർത്ഥം. നമ്മൾ സൂപ്പർലേറ്റീവ് എന്നൊക്കെ പറയില്ലേ ഇതില്, ഗ്രാമറൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെ. അപ്പൊ ആ സൂപ്പർലേറ്റീവ് ആണ് പരമം എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥാക്കുന്നത്. അപ്പൊ അതുപോലെയുള്ള ആനന്ദ സ്വരൂപമാണ് എന്ന് വെച്ചാൽ ഒരിക്കലും അസ്തമിച്ചു പോകാത്ത ആനന്ദത്തിന്റെ ഉറവിടമാണ് ഭഗവാന്റെ സ്വരൂപം. ആനന്ദം നമുക്ക് ഭഗവാൻ ചെറിയ തോതിലൊക്കെ ഒന്ന് അനുഭവിപ്പിച്ച് തരണമുണ്ട് കേട്ടോ. എപ്പോഴാണ്? നമ്മളെല്ലാം വിടുന്ന സമയത്ത് ആ ഭഗവാന്റെ ആനന്ദം നമുക്ക് ഒരു സ്ഫുരണം, അത് അനുഭവിക്കാനുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പ് ഭഗവാൻ തരും. ദിവസവും നമ്മൾ അനുഭവിക്കുന്നുണ്ട് ആ ഭഗവാന്റെ ആനന്ദത്തിന്റെ ഒരംശം. എപ്പോഴാണ്? പക്ഷെ ഉണർന്നിരിക്കുന്ന സമയത്തല്ല എന്ന് മാത്രം. പിന്നെയോ ഉറങ്ങണ സമയത്താണ് അത് അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നു. ആ നല്ല സുഷുപ്തി കഴിഞ്ഞിട്ട് നമ്മൾ എണീറ്റ് വരുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ? ഞാൻ സുഖമായിട്ട് ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല എന്ന് പറയും. അപ്പൊ ആ സുഖമായിട്ടുള്ള ഉറക്കം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആ സുഖം എവിടുന്ന് വരുന്നതാണ്? അത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനിൽ നിന്നും വരുന്നതാണ് ആ സുഖം. അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഭഗവാന്റെ സ്വരൂപം ആനന്ദ സ്വരൂപമാണെന്ന് മനസ്സിലാക്കാം. ഭഗവാന്റെ സ്വരൂപമാണ് ഇവിടെ നമ്മുടെ ഉള്ളിലിരിക്കുന്നതെന്നും മനസ്സിലാക്കാം. പക്ഷെ അത് ഉണർന്നിരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിനാണ് നമ്മൾ പണിയെടുക്കുന്നത്. ഏതായാലും ശരി, ഒന്നും കൂടി നമുക്ക് ആ ശ്ലോകം ചൊല്ലാം. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നമുക്ക് എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും പൂർത്തിയാക്കാൻ പറ്റുന്നതല്ല. കാരണം ഇത് വാക്കിന് അതീതമായിട്ടുള്ള ഒരു തലമാണ്, അനുഭവത്തിലൂടെ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന തലമാണ് ഈ ഒരു വരികളിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ശ്ലോകം? നമുക്ക് എപ്പോഴും ഈ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ഒരു സങ്കല്പം, ഈ ഒരു സമർപ്പണം നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. എന്താണ് ശ്ലോകം? മൂകം കരോതി വാചാലം അംഗുല്ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. തം അഹം വന്ദേ
തം അവനെ അഹം ഞാൻ വന്ദേ വന്ദിക്കുന്നു. ആരെ? പരമാനന്ദ മാധവനെ. എങ്ങനെയുള്ള പരമാനന്ദ മാധവനെ? ആരുടെ കൃപ കൊണ്ടാണോ? യത് കൃപ, ആരുടെ കൃപയാണോ? മൂകം വാചാലം കരോതി, മൂകനെ വാചാലനാക്കുന്നത് അഥവാ വാചാലനെ മൂകനാക്കുന്നത്. പിന്നെ പങ്കുൽ ലംഘയത്തെ ഗിരിം, ഉടന്തനെ പർവ്വതം കടത്തി കൊടുക്കുന്നത്. അങ്ങനെയുള്ള പരമാനന്ദ സ്വരൂപനായിരിക്കുന്ന മാധവന്റെ കൃപയെ ഞാനിതാ വന്ദിക്കുന്നു, നമിക്കുന്നു, പ്രണമിക്കുന്നു എന്ന് അർത്ഥം. ഒരൊറ്റ ശ്ലോകവും കൂടിയാണ് ഗീതാധ്യാനത്തിലുള്ളത്. ഏതാണ് ആ ശ്ലോകം? നമുക്ക് ചൊല്ലാം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തന്ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യം എന്താ അവസാനത്തെ വരിയിൽ പറയണമെന്നറിയോ? തസ്മൈ ദേവായ നമഃ. അവിടുന്ന് തുടങ്ങാം നമുക്ക്. തസ്മൈ ദേവായ എന്ന് പറഞ്ഞാൽ എന്താ സംസ്കൃതത്തിൽ അർത്ഥം എന്നറിയോ? ആ ദേവനായിക്കൊണ്ട്, ആ ദേവന് നമഃ പറഞ്ഞാൽ നമസ്കാരം, ആ ദേവന് നമസ്കാരം. അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ പെട്ടെന്ന് ഉണ്ടാവണ ചോദ്യത, ആ ദേവന് നമസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉടനെ ചിന്തിക്കുക? ഏത് ദേവൻ എന്നുള്ളത്. അതിനുള്ള ഉത്തരാണ് ബാക്കിയുള്ള വരികളിലൊക്കെ പറയുന്നത്. അപ്പൊ ഏത് ദേവനാണ് നമസ്കാരം പറയുന്നത്? പറയാണ് യം, യാതൊരുവനെയാണോ ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി, ഏതൊരു ദേവനെയാണോ സ്തുതിക്കുന്നത്. സ്തുന്വന്തി പറഞ്ഞാൽ സ്തുതിക്കുന്നത്. ആര് സ്തുതിക്കുന്നത്? ബ്രഹ്മാവ്, പിന്നെ ഇന്ദ്രൻ, വരുണൻ, രുദ്രൻ തുടങ്ങിയിട്ടുള്ള ദേവഗണങ്ങളെല്ലാം പാടി പുകഴ്ത്തുന്നു. സാധാരണ നമ്മൾ എന്താ കേൾക്കാറുള്ളത്? ദേവന്മാരെ പാടി പുകഴ്ത്തുന്നതാണ് കേൾക്കാറുള്ളത്. പക്ഷെ ഇവിടെ ദേവന്മാര് പറഞ്ഞാൽ നമ്മൾ അനുഗ്രഹിക്കാൻ ശക്തിയുള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ള ദേവന്മാരെ നമ്മൾ എന്ത് ചെയ്യും? ദേവന്മാരെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മള് പാടി പുകഴ്ത്തും. പക്ഷെ ഇവിടെ ദേവന്മാര് പാടി പുകഴ്ത്തുകയാണ്. ആ ദേവന്മാരെ പാടി പുകഴ്ത്തുന്നുണ്ടെങ്കിൽ അത് ദേവന്മാരെക്കാട്ടിലും അല്ലെ മഹിമയുള്ള ഒരു തത്വത്തെ ആയിരിക്കുമല്ലോ. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതഃ സ്തുന്വന്തി, എങ്ങനെ, എന്തിനാലാണ് അവർ സ്തുതിക്കുന്നത്? ദിവ്യൈഹി സ്തവൈഹി, ദിവ്യങ്ങളായിട്ടുള്ള അലൗകികങ്ങളായിട്ടുള്ള സ്തുതികളെ കൊണ്ട് അവര് പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ആരെയാണോ? അപ്പൊ ദേവദേവനായിരിക്കുന്ന ഒരാള്, ദേവന്മാർക്ക് ഉപരിയുള്ള ഒരു ദേവന് മാത്രമേ ദേവന്മാര് സ്തുതിക്കുള്ളൂ എന്ന് ഉറപ്പാണ്. ദേവന്മാർക്ക്, സകല ദേവന്മാർക്കും ആ ദേവത്വം കൊടുക്കുന്നത്, ആ ദേവന്മാരുടെ മഹിമകൾ ലഭിക്കുന്നത് ഏതൊരു മഹാദേവനിൽ നിന്നാണോ, ഏതൊരു പരമദേവനിൽ നിന്നാണോ, ദേവദേവനായിരിക്കുന്ന ആ ഒരു പരമാത്മാവിനെയാണ് ഇവിടെ പറയണത്. മനസ്സിലായില്ലേ? ദേവന്മാർക്ക് അവർക്കും ഉപരിയുള്ള അഥവാ എല്ലാ ദേവന്മാർക്കും ചൈതന്യത്തെ കൊടുക്കുന്ന പരമാത്മാവിനെ മാത്രമേ സ്തുതിക്കാൻ സാധിക്കൂ. പിന്നെ ദേവന്മാര് പക്ഷെ പാടി പുകഴ്ത്തുന്നേ ഉള്ളൂ. അടുത്തായിട്ട് എന്താ പറയുന്നത്? വേദൈ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. സാമഗാഃ പറഞ്ഞാൽ ആരാണ്? സാമഗാനം ചെയ്യുന്നവര്, സാമത്തെ പാടുന്നവര്, അതാണ് സാമഗാഃ. സാമം എന്താണെന്ന് അറിയാലോ? എന്താണ് സാമം? വേദത്തിന്റെ ഒരു വിഭാഗമാണ് സാമം എന്നുള്ളത്. ഋക്ക്, യജുസ്, സാമം, ഈ 3 ലക്ഷണങ്ങളാണ് വേദത്തിനുള്ളത് എന്നാ പറയാം. ഋക്ക് പറഞ്ഞാൽ പദ്യരൂപത്തിലുള്ളത്, നിയതമായിട്ടുള്ള പാദാവസാനത്തോടു കൂടിയിട്ടുള്ള മന്ത്രങ്ങളെയാണ് ഋക്ക് എന്ന് പറയാം. ഋക്ക്. യജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗദ്യരൂപത്തിലുള്ളത്, സാമാന്യമായിട്ട് പറയാണ് ഗദ്യരൂപത്തിലുള്ള തരം മന്ത്രങ്ങളെയാണ് യജുസ് എന്ന് പറയുന്നത്. സാമം എന്ന് പറഞ്ഞാൽ ഗാനരൂപത്തിലുള്ളത്. സമഗാനം പാടുന്നത് കേൾക്കണം. ഇപ്പൊ യൂട്യൂബൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും കേൾക്കാൻ സൗകര്യമുണ്ട് അല്ലെ. സാമഗാനം ചാൻഡിങ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും.
അപ്പൊ കേരളീയ ശൈലി ഒന്ന് വേറെയാണ്, കേരളത്തിന് പുറത്തുള്ള ശൈലി ഒന്ന് വേറെയാണ്. ഈ വേദം ചൊല്ലുന്നതിൽ ശൈലീ ഭേദങ്ങളുണ്ട്. കേരളത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയിലാണ് വേദ ഉച്ചാരണം ചെയ്യുക. സാമം എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് ഗാനാത്മകതയുണ്ട്. നമുക്ക് ഇന്നതുപോലെയാണ് സാമം എന്നൊന്നും പാടി കേൾപ്പിക്കാനൊന്നും അറിയില്ല, പറയാൻ മാത്രമേ അറിയുള്ളൂ. ഗാനാത്മകമായിട്ടാണ് സാമം ഉച്ചരിക്കുക. അപ്പൊ സാമഗാനം ചെയ്യുന്നവര് അത് വളരെ പ്രയാസമാണ് പഠിച്ചുണ്ടാക്കാനൊക്കെ. ചെറുപ്പം നന്ന ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ശിക്ഷണം തുടങ്ങണം. വേദം പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് തപസ്സോട് കൂടിയിട്ട് അങ്ങനെ അധ്യയനം ചെയ്യുന്ന ആളുകളാണ് പിന്നീട് സാമവേദമൊക്കെ ചൊല്ലുന്ന വിധത്തിൽ ഈ അതിനുള്ള ശിക്ഷണം കിട്ടിയിട്ടുള്ളവർക്ക് മാത്രമേ, ചെറുപ്പം തൊട്ടേ അതിനുള്ള ശിക്ഷണം കിട്ടിയിട്ടുള്ളവർക്ക് മാത്രമേ അതൊക്കെ ചൊല്ലാൻ സാധിക്കുള്ളൂ. അപ്പം സാമഗാനം ചെയ്യുന്നവര് എന്ത് ചെയ്യുന്നു? വേദൈഹി, വേദങ്ങളെ കൊണ്ട്. എങ്ങനെയുള്ള വേദങ്ങളെ കൊണ്ട്? സാംഗപദക്രമോപനിഷദൈഹി. അംഗം, പദം, ക്രമം, ഉപനിഷത്ത്. ഇത് വേദത്തിന്റെ ചില വിഭാഗങ്ങളാണ് ഈ പറയുന്നത്. അംഗം, പിന്നെ പദം, ക്രമം, ഉപനിഷത്ത് എന്നിവയോട് കൂടിയിട്ട്, എന്ന് വെച്ചാൽ സമ്പൂർണമായിട്ടുള്ള വേദത്താലും എന്നർത്ഥം. സമ്പൂർണമായിട്ടുള്ള വേദത്താലും സാമഗാനം ചെയ്യുന്നവരാരെയാണോ എന്ത് ചെയ്യുന്നത്? ഗായന്തി, ആരെ കുറിച്ചാണോ പാടി പുകഴ്ത്തുന്നത്. ഗായന്തിയം സാമഗാഹ. അടുത്ത വരി എന്താണ്? ദേവന്മാരെ സ്തുതിക്കുകയും സാമവേദം ചൊല്ലുന്നവർ പാടി പുകഴ്ത്തുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്കൊന്നും ഈ ഭഗവാന്റെ, ഈ പരമാത്മാവിന്റെ തത്വത്തെ നേരിട്ടറിയാൻ സാധിക്കുന്നില്ല. ആര് മാത്രാണ് പരമാത്മാവിന്റെ തത്വത്തെ നേരിട്ടറിയുന്നത്? അത് പറയാണ് അടുത്ത ശ്ലോകത്തിൽ. എന്താ പറയുന്നത്? ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനഃ. യോഗികൾക്ക് മാത്രമാണ് ഭഗവത് തത്വത്തെ നേരിട്ടറിയാൻ സാധിക്കുന്നത്. ആരാണ് യോഗികൾ? യോഗം ചെയ്യുന്നവര്. യോഗം എന്ന് പറഞ്ഞാൽ സാധനാനുഷ്ഠാനങ്ങൾ എന്ന് അർത്ഥമെടുക്കാം സാമാന്യമായിട്ട്. ഭക്തിയോഗം, കർമ്മയോഗം, അല്ലെ, ജ്ഞാനയോഗം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ സാധനാനുഷ്ഠാനത്തെ മൊത്തം ചേർത്തിട്ട് പറയുന്ന ഒരു പദമായിട്ട് നമുക്ക് യോഗം എന്നുള്ള ശബ്ദത്തെ എടുക്കാം. അപ്പൊ യോഗികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിനെ നിയന്ത്രിച്ച് ഈശ്വരനെ സമർപ്പിച്ച് ഈശ്വര തത്വത്തെ അറിയുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിക്കുന്നവര് യോഗികൾ. എന്ത് ചെയ്യുന്നവര്? എങ്ങനെയാണ് അവർ പരിശ്രമിക്കുന്നത് എന്നാണെങ്കിൽ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ. ധ്യാനത്തിലേക്ക് ആമഗ്രമായിട്ടാണ്, മനസ്സിനെ ധ്യാനപൂർണമാക്കിയിട്ടാണ്. പുറം ലോകത്തിലേക്ക് അന്വേഷിച്ചിട്ടല്ല. പുറം ലോകത്തിലേക്ക് അന്വേഷിച്ചാൽ ഈശ്വര തത്വത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. കാരണം ബാഹ്യലോകത്തിലേക്ക് പോയാൽ എന്താ നമുക്ക് കാണാൻ പറ്റുക? ശബ്ദം, സ്പർശം, രൂപം, രസംഗന്ധം, ഈ വിഷയങ്ങളെ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ആ വിഷയങ്ങൾക്ക് ഉപരിയുള്ളതാണ് ഈശ്വര മഹിമ. ആ ഈശ്വര മഹിമയെ നമുക്ക് അറിയാൻ എന്തേ വഴിയുള്ളൂ? നമ്മുടെ കരണങ്ങളെ മുഴുവനും ഉള്ളിലേക്ക് അടക്കി നമ്മുടെ ഉള്ളിലേക്ക് ഉള്ളിയിട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള ഉപായം എന്ന് പറയുന്നത്. അതാണ് ധ്യാനാവസ്ഥിത തദ്ഗതേന മനസ. തദ്ഗതമായ പറഞ്ഞാൽ തന്മയമായ എന്നർത്ഥം. നമ്മള് ഈശ്വര രൂപം ധ്യാനിച്ച് 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 എന്തായിട്ട് തീരും? തന്മയമായിട്ട് തീരും നമ്മളുടെ മനസ്സ്. എന്ന് വെച്ചാൽ ബാക്കി ചിന്തകളൊക്കെ മാറി ഈശ്വര രൂപം മാത്രമായിട്ട് നമ്മളുടെ മനസ്സിൽ നിൽക്കുമ്പോൾ എന്തു പറയാം? മനസ്സ് തന്മയമായി എന്ന് പറയും. ഇവിടെ രൂപധ്യാനമൊന്നും അല്ല ചെയ്യുന്നത്, സ്വരൂപധ്യാനമാണ് ചെയ്യുന്നത്. രൂപം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു രൂപമാണ്. സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ പ്രത്യേകിച്ച് ഒരു രൂപമല്ല, പിന്നെയോ ആ സർവരൂപങ്ങളുടെയും എസൻസ് ആയിരിക്കുന്ന ആ ഒരു തത്വമാണ്. എന്താണ് ആ തത്വം എന്നൊക്കെ ഉള്ളത് ഭഗവത്ഗീത പഠിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക. എന്താണ്? ധ്യാനാവസ്ഥിതമായിരിക്കുന്ന, ധ്യാനത്തിൽ പൂർണ്ണമായിട്ടും മുഴുകിയിട്ടുള്ള, ധ്യാനാവസ്ഥിതം, ധ്യാനത്തിൽ ഉറച്ചിട്ടുള്ള എന്നർത്ഥം. തദ്ഗത, അങ്ങനെ ധ്യാനത്തിൽ ഇറക്കുമ്പോൾ മനസ്സെന്തായി? ഈശ്വര ആകാരമായിട്ട് തീർന്നു, ഈശ്വരമയമായിട്ട് തീർന്നു. തദ്ഗതേന മനസാ പശ്യന്തി, അറിയുന്നു. പശ്യന്തി പറഞ്ഞാൽ ശരിക്കും വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? കാണുന്നു എന്നർത്ഥം.
പക്ഷെ ഇവിടെ പറയുന്ന ഈശ്വരനെ കരണങ്ങളൊക്കെ അടക്കിയിട്ടാണ് കാണുന്നത്. അപ്പൊ അത് കണ്ണുകൊണ്ടിട്ടുള്ള കാഴ്ചയല്ല അല്ലേ? കണ്ണുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ ധ്യാനാവസ്ഥിതമായിട്ടുള്ള മനസ്സുകൊണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ധ്യാനാവസ്ഥിതമായിട്ടുള്ള മനസ്സുകൊണ്ട് കാണുന്നു എന്ന് പറയുമ്പോൾ അത് കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല, മറിച്ച് മനസ്സുകൊണ്ടിട്ടുള്ള അറിയലാണ് അർത്ഥാക്കുന്നത്. വ്യക്താണല്ലോ. അപ്പൊ തദ്ഗതേന മനസാ പശ്യന്തി. പശ്യന്തി എന്താ അർത്ഥം പറയേണ്ടത്? അറിയുന്നു. തദ്ഗതേന മനസാ പശ്യന്തി. വാക്കിന്റെ അർത്ഥം അറിയുന്നു എന്നാണെന്ന് പറഞ്ഞേക്കരുത്. പശ്യന്തി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? കാണുന്നു എന്ന അർത്ഥം. പക്ഷെ മനസ്സുകൊണ്ട് കാണുക പറഞ്ഞാൽ എന്താ അർത്ഥം? അറിയുന്നു എന്ന് അർത്ഥം മനസ്സിലാക്കണം. തദ്ഗതേന മനസാ പശ്യന്തി. ആരെ? യോഗിനക. യാതൊരു ദേവനെയാണോ യോഗികൾ ധ്യാനാവസ്ഥിതമായിട്ടുള്ള തദ്ഗത മനസ്സുകൊണ്ട് അറിയുന്നത്. യസ്യാന്തം ന വിദുസുരാസുരഗണാഃ. ഏതൊരു ദേവന്റെ അന്തത്തെ, അന്തം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് അർത്ഥം മനസ്സിലാക്കേണ്ടത്? സ്വരൂപം. ഏതൊരു ദേവന്റെ സ്വരൂപത്തെ ന വിദുഹു അറിയുന്നില്ല. ആരറിയുന്നില്ല? സുരാസുരഗണാഃ. അസുരഗണങ്ങളും അറിയുന്നില്ല, ദേവഗണങ്ങളും അറിയുന്നില്ല. ദേവന്മാർക്ക് പോലും ആ ഈശ്വരന്റെ പരമാത്മാവിന്റെ ശരിയായിട്ടുള്ള മഹിമയെ അറിയാൻ പറ്റുന്നില്ല. കാരണം ദേവന്മാരും ബഹിർമുഖന്മാരായിട്ടാണ് ഇരിക്കുന്നത്. അവരും അവരവരുടെ പ്രവൃത്തിയിൽ മുഴുകിയിട്ടാണ് ഇരിക്കുന്നത്. ഏതായാലും അങ്ങനെയുള്ള ഏതൊരു ഈശ്വര മഹിമയുണ്ടോ അങ്ങനെയുള്ള ഈശ്വരനായിക്കൊണ്ട്, ആ ദേവനായിക്കൊണ്ട് നമസ്കാരം. അപ്പൊ ഭഗവത്ഗീതയിൽ ഏതൊരു പരമാത്മാവിന്റെ തത്വത്തെയാണോ ഭഗവാൻ ഉപദേശിക്കുന്നത്, ആ പരമാത്മാ സ്വരൂപനായിക്കൊണ്ട് നമസ്കാരം. പരമാത്മാവിനെ ദേവന്മാരൊക്കെ പാടി പുകഴ്ത്തുന്നുണ്ട്. സാമവേദം ചെയ്യുന്നവരൊക്കെ വേദമന്ത്രങ്ങളെ കൊണ്ട് ഗാനം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെ അറിയുന്നവര്, നേരിട്ട് അറിയുന്നവരാര് മാത്രമാണ്? യോഗികൾ. അതും തദ്ഗതമായിട്ടുള്ള ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം. യസ്യ സ്വരൂപം. യസ്യാന്തം പറഞ്ഞാൽ എന്താണ്? ആരുടെ അവസാനം എന്നാണ് വാക്കിന്റെ അർത്ഥം. യസ്യ അന്തം. പക്ഷെ അന്തം എന്നുള്ളതിന് ഇവിടെ എന്താണ്? അവസാനം എന്നല്ല അർത്ഥം, സ്വരൂപം എന്നർത്ഥം. ആരുടെ സ്വരൂപം? ന വിദുഹു അറിയുന്നില്ലയോ സുരാസുരഗണാഃ. സുരാസുരഗണങ്ങളൊന്നും തന്നെ ഏതൊരു ഭഗവാന്റെ സ്വരൂപത്തെ അറിയുന്നില്ലയോ, അങ്ങനെയുള്ള ദേവനായിക്കൊണ്ട് നമസ്കാരം എന്ന് ധ്യാനിച്ച് ആ ഭഗവത്ഗീത സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ ഈ വിധത്തിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഭഗവത്ഗീത ധ്യാന ശ്ലോകം പരിസമാപിക്കുന്നത്. അപ്പൊ ഈ 9 ധ്യാന ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നും ഓരോ രത്നം പോലെയുള്ള ശ്ലോകങ്ങളാണ് അല്ലെ? അത്രയും ഭഗവത്ഗീതയുടെ മഹിമ നമ്മളെ ബോധിപ്പിക്കുന്നതാണ്. ആ ഈശ്വര തത്വത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതാണ്. ഭഗവത്ഗീത ഗുരുക്കന്മാരെ നമിക്കുന്നതാണ്. ഭഗവത്ഗീത സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്ന മഹിമയോട് കൂടിയിട്ടുള്ളതാണ് ഈ ഓരോ ശ്ലോകവും തന്നെ. അപ്പൊ ഈ ഒരു ധ്യാനം ചെയ്തതിന് ശേഷം എന്തിനാണ് ധ്യാനിക്കുന്നത് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ ധ്യാനിക്കുന്നത്? ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മനസ്സിനെ മറ്റു വിഷയങ്ങളിൽ നിന്നൊക്കെ വേർപെടുത്തി ഏകാഗ്രമാക്കുന്നതിന് വേണ്ടിയിട്ട്. മറ്റൊരു ഉദ്ദേശം എന്താന്ന് വെച്ചാൽ നമുക്ക് വരാൻ സാധ്യതയുള്ള വിഘ്നങ്ങളെയൊക്കെ അകറ്റുന്നതിന് വേണ്ടിയിട്ട്. ആധ്യാത്മികവും ആധിഭൗതികവും ആധിദൈവികവുമായിട്ടുള്ള വിഘ്നങ്ങൾ വന്നു ചേരാൻ സാധ്യത ഉണ്ട് ഏത് പ്രവൃത്തി ചെയ്യാൻ ആരംഭിക്കുമ്പോൾ. ആ വിഘ്നങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ട് ഈശ്വര കൃപയെ നമ്മൾ ആവാഹിക്കുകയാണ് ധ്യാനത്തിലൂടെ ചെയ്യുന്നത്. അങ്ങനെ ധ്യാനപൂർവകം നമ്മൾ ഭഗവത്ഗീതയിലേക്ക് പ്രവേശിക്കണം. അപ്പൊ ഗീതയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ 7-ാം അധ്യായത്തിലേക്കാണ് നേരിട്ട് പ്രവേശിക്കാമെന്ന് വെച്ചിട്ടുള്ളത്. വേറെ ഒന്നല്ല, കാരണം കുറച്ച് എളുപ്പത്തിൽ നമുക്ക് പ്രവേശിക്കാം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ 7 വരെയുള്ള അധ്യായങ്ങളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു ഭഗവാൻ എന്നുള്ളതൊന്ന് മനസ്സിലാക്കണമല്ലോ. എന്നിട്ടല്ലേ 7-ാം അധ്യായത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഭഗവത്ഗീത 1-ാം അധ്യായത്തിന്റെ പേര് അർജുന വിഷാദ യോഗം എന്നുള്ളതാണ്. അർജുനന് ഏർപ്പെട്ടിട്ടുള്ള വിഷാദമാണ് അവിടെ വിഷയം. അതുകൊണ്ടാണ് ആ അധ്യായത്തിന് അർജുന വിഷാദ യോഗം എന്ന് പേര് കൊടുത്തിരിക്കുന്നത്.
എപ്പോഴാണ് അർജുനൻ ആ വിഷാദം നേരിട്ടത്, എന്തായിരുന്നു അർജുനന്റെ വിഷാദം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭഗവത്ഗീത ആരംഭിക്കുന്നത് ആരുടെ വാക്കുകളോട് കൂടിയിട്ടാണ്? ധൃതരാഷ്ട്രരുടെ വാക്കുകളോട് കൂടിയിട്ടാണ്. അപ്പം ആചാര്യന്മാരൊക്കെ കുറെ വിചിന്തനം ചെയ്തിട്ടുണ്ട് ആ വിഷയത്തെ കുറിച്ചിട്ട്. എന്താന്ന് വെച്ചാൽ ഒരു ഗ്രന്ഥം ആരംഭിക്കുന്ന സമയത്ത് ഒരു മംഗളാചരണത്തോട് കൂടിയിട്ട് ആരംഭിക്കണം എന്നാണ്. ഗീതാധ്യാനമൊക്കെ പിൽക്കാലത്ത് രചിച്ച് ചേർത്തിട്ടുള്ളതാണല്ലോ. അപ്പൊ ഈ ഗീതാ ഉപദേശം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗ്രന്ഥം മഹാഭാരതത്തിന്റെ ഭാഗമാണെങ്കിൽ കൂടി അതൊരു മംഗള ശബ്ദത്തോട് കൂടിയിട്ട് വേണ്ടേ ആരംഭിക്കാൻ. ധൃതരാഷ്ട്ര ഉവാച എന്ന് പറഞ്ഞിട്ട് ആരംഭിച്ചത് ശരിയായോ എന്നൊക്കെ ചിന്തനമുണ്ട്. അതിന് ആചാര്യന്മാര് നമുക്ക് നൽകുന്ന മറുപടി ധൃതരാഷ്ട്രം എന്നുള്ള ആ വാക്കില് മംഗള ശബ്ദം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ വിശദാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, തൽക്കാലം അത്രയും മനസ്സിലാക്കുക. ധൃതരാഷ്ട്ര ചോദിക്കുന്ന ചോദ്യത്തോട് കൂടിയിട്ടാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. എന്താണ് ചോദ്യം? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഇതാണ് ചോദ്യം. എപ്പോഴാണ് ചോദ്യം ചോദിക്കുന്നത്? എപ്പോഴാണ്? സന്ദർഭം മഹാഭാരതത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. മഹാഭാരത യുദ്ധം നടന്ന് 10ാമത്തെ ദിവസം. അതുവരെ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. യുദ്ധം നടക്കുന്നുണ്ട്, രണ്ടു ഭാഗത്തുള്ളവരും അവരവരുടെ യുദ്ധ സാമർഥ്യമൊക്കെ പുറത്തെടുക്കുന്നുണ്ട്. പക്ഷെ 10ാം ദിവസം വലിയൊരു അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവം നടന്നു. എന്താണ് ആ സംഭവം? ഭീഷ്മര് വീണു. അതാരും പ്രതീക്ഷിച്ചിട്ടില്ല. സഞ്ജയൻ തന്റെ ദിവ്യദൃഷ്ടി കൊണ്ട് മഹാഭാരത ആ ഒരു കുരുക്ഷേത്രത്തിൽ പോയിട്ട് യുദ്ധത്തെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദിവ്യ ചക്ഷുസ് കിട്ടിയതിനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞോന്നറിയില്ല, പറഞ്ഞെന്ന് തോന്നുന്നു അല്ലെ. എന്തായാലും ഒരു ദിവ്യ ചക്ഷുസ് കിട്ടിയിട്ടുണ്ട് ആർക്ക്? സഞ്ജയൻ. ആ ദിവ്യ ചക്ഷുസ് ശരിക്കും ധൃതരാഷ്ട്രർക്ക് വാഗ്ദാനം ചെയ്തതാണ്. ആര്? വ്യാസമഹർഷി. വ്യാസമഹർഷിയും ധൃതരാഷ്ട്രനും തമ്മിലുള്ള ബന്ധം അറിയാലോ. അച്ഛനും മകനുമാണ്. അച്ഛൻ വ്യാസമഹർഷിയാണല്ലോ ധൃതരാഷ്ട്രരുടെ. പക്ഷെ നിയമക്രമം അനുസരിച്ചിട്ട് വിചിത്രവീര്യന്റെ മകനായിട്ടാണ് അംഗീകരിക്കപ്പെടുന്നത്. ശരി, അങ്ങനെയാണ് രാജ്യാധികാരം, അല്ലെങ്കിൽ എന്താ പറയാ, പാണ്ഡുവിന്റെ അഭാവത്തിൽ രാജ്യം ഭരിക്കാനുള്ള അധികാരമൊക്കെ ധൃതരാഷ്ട്രർക്ക് വന്നു ചേരുന്നത് ആ വിധത്തിലാണ്. ഏതായാലും ശരി, ഈ ധൃതരാഷ്ട്രര് യുദ്ധം ഒഴിവാക്കാൻ ഒരിക്കലും പറ്റില്ല എന്നുള്ള ഘട്ടം വന്നു. രണ്ടു കൂട്ടരും യുദ്ധസന്നാഹമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ധൃതരാഷ്ട്രര് ഹസ്തിനപുരത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് ആര് വന്നു ചേരുന്നു? വ്യാസമഹർഷി വന്നു ചേരുന്നു. വ്യാസമഹർഷി എന്നിട്ട് ധൃതരാഷ്ട്രോട് പറഞ്ഞു, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒരു വരം തരാം. എന്താണ് വരം? യുദ്ധം നേരിട്ട് കാണാനുള്ള കഴിവ് തരാം എന്ന് പറഞ്ഞു. ഇത് കേട്ട സമയത്ത് ധൃതരാഷ്ട്രർ എന്ത് പറഞ്ഞു? എൻ്റെ മക്കളെ, നല്ല കാലത്തിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോ ഈ ദിവ്യദൃഷ്ടി കിട്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ലെ, അങ്ങ് തരുന്ന ഈ കാഴ്ചശക്തി കിട്ടിയിട്ട് എൻ്റെ മക്കള് പൊരുതി ചാവുന്നതാണോ ഞാൻ കാണേണ്ടത്? അവരും അവരുടെ സഹോദരങ്ങളും തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന കാഴ്ച എനിക്ക് കാണണ്ട. അതിനെനിക്ക് ദിവ്യദൃഷ്ടി വേണ്ടെന്ന് പറഞ്ഞു. ശരി, പക്ഷെ തനിക്ക് നൽകിയ ആ ഒരു ഓഫർ നിരസിച്ചുവെങ്കിലും പൂർണ്ണമായിട്ട് അത് നിരസിച്ചിട്ടില്ല. പകരം എൻ്റെ മന്ത്രിയായിട്ടുള്ള സഞ്ജയന് ഈ ദൃഷ്ടി കൊടുക്കൂ എന്ന് അപേക്ഷിച്ചു വ്യാസമഹർഷിയോട്. അങ്ങനെ സഞ്ജയന് ദിവ്യദൃഷ്ടി കിട്ടി. അപ്പൊ നമുക്കൊരു സംശയം തോന്നാം. എന്താ സംശയം? സഞ്ജയന് സ്വതേ കാഴ്ചയില്ലേ, പിന്നെ എന്തിനാണ് പ്രത്യേകിച്ച് ഒരു കാഴ്ചശക്തി കൊടുക്കുന്നത്? അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഇത് വെറും കാഴ്ചശക്തിയല്ല, പിന്നെയോ ഈ യുദ്ധഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരൊറ്റ സ്ക്രീനിൽ നിന്നുള്ളത് പോലെ കാണാൻ സാധിക്കും എന്ന് മാത്രമല്ല, യോദ്ധാക്കളുടെ മനോഭാവം പോലും തിരിച്ചറിയാനുള്ള കഴിവുണ്ട് എന്നാ പറയുന്നത്. ഇത് 64 കിലോമീറ്റർ നീളവും വീതിയുമുള്ള വലിയ വിസ്തൃതമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവനും നേരിട്ട് അറിയാന്ന് പറഞ്ഞാൽ സാധാരണ കണ്ണുകൊണ്ട് സാധ്യമല്ല. അപ്പൊ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് അറിയാനുള്ള കഴിവ് കിട്ടി. അതോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള ഭാവങ്ങൾ പോലും തിരിച്ചറിയാനുള്ള കഴിവ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ
സഞ്ജയൻ ദിവ്യദൃഷ്ടിയോട് കൂടിയിട്ട് യുദ്ധം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സഞ്ജയൻ ഹസ്തിനപുരത്തിൽ ഇരുന്നിട്ടല്ല കാണുന്നത്. ദിവ്യദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിലും ഹസ്തിനപുരത്തിൽ ഇരുന്നാൽ തന്നെ ഇതൊക്കെ അറിയാൻ സാധിക്കുന്നു വെച്ചാലും സഞ്ജയൻ എന്ത് ചെയ്തിട്ടുണ്ട്? കുരുക്ഷേത്രത്തിൽ പോയി നേരിട്ട്, അങ്ങനെയാണല്ലോ ഒരു യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് വളരെ ഉദ്വേഗജനകമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒന്ന് എത്തിച്ചേരാനുള്ള കൗതുകം ആർക്കായാലും ഉണ്ടാവും. അങ്ങനെ സഞ്ജയൻ അവിടെ എത്തി യുദ്ധം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 9 ദിവസം പ്രത്യേകിച്ച് വികാസങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ 10ാം ദിവസം ഭീഷ്മര് വധിക്കുന്നു. ഭീഷ്മര് വീണ സമയത്ത് സഞ്ജയൻ വേഗം ഹസ്തിനപുരത്തിലേക്ക്, കൊട്ടാരത്തിലേക്ക് ഓടി വന്നിട്ട് ധൃതരാഷ്ട്രരോട് പറഞ്ഞു, ഭീഷ്മോ ഹത എന്ന്. ഭീഷ്മോ ഹത പറഞ്ഞ എന്താ അർത്ഥം? ഭീഷ്മര് വീണിരിക്കുന്നു. മരിച്ചു എന്ന് അർത്ഥമില്ല, കാരണം ഭീഷ്മര് സ്വച്ഛന്ത മൃത്യുവായിട്ടുള്ള ആളാണല്ലോ. അതുകൊണ്ട് ഭീഷ്മര് മരിച്ചിട്ടില്ല, പക്ഷെ നിലം പതിച്ചു. ഇത് കേട്ട സമയത്ത് ധൃതരാഷ്ട്രർക്കും ആ വാർത്ത താങ്ങാനായില്ല. ധൃതരാഷ്ട്രർ അവിടെ മോഹാലസ്യപ്പെട്ട് വീണു. എല്ലാവരും ഉപചരിച്ചു. ധൃതരാഷ്ട്രർക്ക് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബോധം തിരിച്ചു കിട്ടി. ആ ബോധം തിരിച്ചു കിട്ടിയ സമയത്ത് ധൃതരാഷ്ട്ര ചെയ്യുന്ന ചോദ്യമാണ് ഈ ഭഗവത്ഗീതയിലുള്ള 1ാമത്തെ ശ്ലോകം. എന്താ ചോദിക്കുന്നത്? ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്രത്തിൽ, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതാഹ യുയുത്സവഃ. യുയുത്സവഃ യുദ്ധം ചെയ്യാൻ ഇച്ഛിക്കുന്നവരായിട്ട്. നിങ്ങൾ പുസ്തകം, നമുക്ക് ബുക്ക് ഉണ്ടായിരിക്കണം ഇനി ഗീത പഠിക്കാനായിട്ട്. നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് എല്ലാവരും ഒരു ഗീതാ പുസ്തകം കയ്യിൽ കരുതണം. നമുക്ക് വീട്ടിലൊക്കെ പോയിട്ട് ചൊല്ലി നോക്കണം എന്നുണ്ടെങ്കിൽ അല്ലെ, നമുക്ക് അതിന്റെ വാക്കുകളുടെ അർത്ഥമൊക്കെ മനസ്സിലാക്കുമ്പോൾ കുറച്ച് നല്ലതാണ്. ഏതായാലും യുയുത്സവഃ യുദ്ധം ചെയ്യാൻ ഇച്ഛിക്കുന്നവരായിട്ട്, സമവേതാഹ ഒത്തുകൂടിയവരായിട്ടുള്ള. ധൃതരാഷ്ട്രരുടെ ഇനിയുള്ള വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത്. ആ ധൃതരാഷ്ട്രർക്ക് കണ്ണിന് പുറമേക്ക് മാത്രമല്ല ആന്ധ്യം, ഉള്ളിലും ആന്ധ്യം ബാധിച്ചിട്ടുണ്ട്, ഉള്ളിലും അവിവേകം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വെളിവാക്കുന്ന വാക്കുകളാണ് പിന്നെ പറയുന്നത്. എന്താ പറയുന്നത്? മാമകാഹ പാണ്ഡവാഹ ച. എന്റെ ആൾക്കാരും പാണ്ഡവരും. മാമകാഹ എന്നെ ദുര്യോധനാദികളെ വേർതിരിച്ചു പറയാണ്, എന്റെ ആൾക്കാരും. അപ്പൊ ബാക്കിയുള്ളവരാരാണ്? എന്റെ ആൾക്കാരല്ല എന്നർത്ഥം. അവരന്യന്മാരാണ്. പാണ്ഡവന്മാരും ശരിക്കും സ്വന്തം അനുജന്റെ മക്കളാണ് എന്ന് മാത്രമല്ല, അനുജൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അപ്പൊ പിതൃസ്ഥാനത്താണ് ധൃതരാഷ്ട്രമുള്ളത്. സ്വന്തം മക്കളെ പോലെ കാണേണ്ടതാണ് പാണ്ഡവരെയും. പക്ഷെ ആ ദൃഷ്ടി ആർക്കില്ല? ധൃതരാഷ്ട്രർക്ക് ഇല്ല. അതുകൊണ്ടാണ് ധൃതരാഷ്ട്രർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്, എന്റെ ആൾക്കാരും പാണ്ഡവരും. മാമകാഹ പാണ്ഡവാഹ ച കിം അകുർവത. എന്ത് ചെയ്തു ഹേ സഞ്ജയ? ഇതിന് മറുപടിയായിട്ട് ആരാണ് മറുപടി? സഞ്ജയൻ, ധൃതരാഷ്ട്രരുടെ മന്ത്രിയായിട്ടുള്ള സഞ്ജയൻ പറയുന്ന വാക്കുകളാണ് പിന്നീട് 1ാം അധ്യായത്തിൽ വരുന്നത്. ദൃഷ്ട്വാത് പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യം ഉപസംഗമ്യ രാജാ വചനമബ്രവീത്. അർത്ഥം പറയണോ 1ാം അധ്യായത്തിന്റെ? സാമാന്യമായിട്ട് പറയണം എന്നാണ് തോന്നുന്നത് അല്ലേ? അങ്ങനെയാകുമ്പോ നമ്മൾ 7ാം അധ്യായത്തിലേക്ക് എത്താൻ താമസിക്കും കേട്ടോ. എല്ലാവർക്കും വേണം എന്നുള്ള താല്പര്യമാണ് കാണുന്നത്. 1ാം അധ്യായത്തിൽ ഒരു കാര്യം പറയാം, ആധ്യാത്മിക തത്വമൊന്നും 1ാം അധ്യായത്തിലില്ല. ഉപദേശത്തിന്റെ ഒരു പശ്ചാത്തലം ഒരുക്കുക മാത്രമാണ് 1ാം അധ്യായത്തിൽ ചെയ്യുന്നത്. ശ്ലോകം ഓരോ ശ്ലോകവും വായിച്ചിട്ട് അർത്ഥം പറയേണ്ട ആവശ്യമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഇവിടെ ഇത്രയും മനസ്സിലാക്കേണ്ടോ, ഉപദേശത്തിന്റെ പശ്ചാത്തലം ഒരുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളത്. ഏതായാലും ശരി, നമ്മൾ പറഞ്ഞു തുടങ്ങിയ സ്ഥിതിക്ക് ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാം. അധ്യായത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ചുരുക്കം പറയാം, അത്ര പോരെ അല്ലേ? ശരി. അപ്പൊ രാജാവായിട്ടുള്ള ദുര്യോധനൻ എന്ത് ചെയ്തു? പാണ്ഡവസേനയെ കണ്ട സമയത്ത് ആചാര്യന്റെ സമീപത്ത് ചെന്ന്, ദ്രോണാചാര്യരാണ് ആചാര്യൻ, ആചാര്യന്റെ സമീപത്ത് ചെന്നിട്ട് ഇപ്രകാരം വാക്കുകളെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് സഞ്ജയൻ ആരംഭിക്കുന്നത്. രാജാവായിട്ടുള്ള ദുര്യോധനൻ എന്നാണ് ദുര്യോധനനെ വിശേഷിപ്പിച്ച് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ധൃതരാഷ്ട്രർക്ക് ഒത്തിരി സന്തോഷമായിട്ടുണ്ടാവും അല്ലെ? സഞ്ജയൻ ദുര്യോധനനെ രാജാവെന്ന് അംഗീകരിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്ന സമയത്ത്. ഏതായാലും അങ്ങനെ എന്താണ് രാജാവായിട്ടുള്ള ദുര്യോധനൻ?
ആചാര്യനെ സമീപിച്ച് പറയുന്നത്. ആചാര്യൻ ആരാണ് ഇവിടെ? ദ്രോണാചാര്യര് പറയാണ്, അല്ലയോ ആചാര്യ, അങ്ങെന്ത് ചെയ്യൂ? ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള പാണ്ഡവന്മാരുടെ പശ്ചീതാം പാണ്ഡുപുത്രാണാം മഹതീം ചമൂം, ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള പാണ്ഡുപുത്രന്മാരുടെ ഈ വലിയ സേനയെ അങ്ങ് നേരിട്ട് കാണൂ. അതെങ്ങനെയുള്ളതാണ്? ദ്രുപദപുത്രനാൽ. ആരാണ് ദ്രുപദപുത്രൻ? ധൃഷ്ടദ്യുമ്നൻ. ധൃഷ്ടദ്യുമ്നാൽ തവ ശിഷ്യേണ ധീമത ധൃഷ്ടദ്യുമ്നേന, അങ്ങയുടെ ശിഷ്യനായിട്ടുള്ള ബുദ്ധിമാനായിട്ടുള്ള ധൃഷ്ടദ്യുമ്നാൽ. അവിടെയൊക്കെ ഉള്ളിൽ ചില എന്താ പറയാ, ഉള്ളിലൂടെ ചില കുത്തലുകള് ദ്രോണാചാര്യർക്ക് കൊടുക്കുന്നുണ്ട് ദുര്യോധനൻ. അങ്ങനെ മനസ്സിലാക്കാതിരിക്കാൻ വയ്യോ, കാരണം പറയുന്നത് ആരാണ്? ദുര്യോധനനാണെന്നുള്ളത് കൊണ്ട്. അങ്ങയുടെ ശിഷ്യൻ എന്നാണ് ഒരു വിശേഷണം. പിന്നെ ബുദ്ധിമാൻ എന്നുള്ളതാണ് പിന്നത്തെ വിശേഷണം. ഈ ധൃഷ്ടദ്യുമ്നൻ എങ്ങനെ ജനിച്ചതാണെന്നറിയോ? ദ്രുപദരുടെ പുത്രനായിട്ടാണ് ജനിച്ചിട്ടുള്ളത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ധൃഷ്ടദ്യുമ്നൻ ജനിച്ചിട്ട്, അല്ലെങ്കിൽ ധൃഷ്ടദ്യുമ്നന്റെ ജനനം തന്നെ ഉണ്ടായതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ദ്രുപദര് ഒരു യാഗം ചെയ്തതാണ്. എന്ത് യാഗമാണ് ചെയ്തത്? ദ്രോണരെ കൊല്ലാൻ പോകുന്ന ഒരു മകൻ എനിക്ക് ജനിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ യാഗം. ഇത് നാട്ടിൽ മുഴുവനും അറിയുന്ന വിഷയമാണ്, രഹസ്യമൊന്നുമല്ല. എന്തേ? ധൃഷ്ടദ്യുമ്നൻ ജനിച്ചത് ദ്രോണരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ ധൃഷ്ടദ്യുമ്നൻ വന്നിട്ട് ദ്രോണാചാര്യരുടെ അടുത്തുനിന്നും ആയുധവിദ്യ പഠിക്കാനായിട്ട് അപേക്ഷിച്ച സമയത്ത് ദ്രോണാചാര്യര് ധൃഷ്ടദ്യുമ്നനെ ശിഷ്യനായിട്ട് സ്വീകരിച്ചു. അതാണ് അതിലുള്ള വൈചിത്ര്യം. പക്ഷെ അതിലൊരു മഹത്തായിട്ടുള്ള സന്ദേശമുണ്ട് അല്ലെ? ദ്രോണാചാര്യരുടെ ഒരു ഗുണം അവിടെ അനാവരണം ചെയ്യപ്പെടുന്നുണ്ട്. ദ്രോണാചാര്യര് എല്ലാവിധത്തിലും നിർദോഷനായിട്ടുള്ള ആളൊന്നുമല്ല. ഏറ്റവും വലിയ പ്രശ്നം ദ്രോണാചാര്യര് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പാതകം ദ്രോണാചാര്യര് ചെയ്തിട്ടുള്ളത് ഏകലവ്യനോടാണ്. തൻ്റെ ശിഷ്യൻ, തന്നെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഏകലവ്യനോട് മഹാപാതകം ചെയ്തിട്ടുള്ള ആളാണ് ദ്രോണാചാര്യര്. അത് അർജുനനോടുള്ള വാത്സല്യം ഹേതുവായിട്ട്, അർജുനനെ താൻ കൊടുത്തിട്ടുള്ള വാക്ക് സത്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏകലവ്യന്റെ പെരുവിരല് മുറിച്ചു വാങ്ങിയിട്ടുള്ള ആളാണ്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ജനിച്ച ധൃഷ്ടദ്യുമ്നൻ വന്നിട്ട് ആയുധം പഠിപ്പിച്ചു തരുമോ ചോദിച്ചപ്പോൾ പഠിപ്പിച്ചു കൊടുത്തു. അപ്പം ഇവിടെ ദുര്യോധനൻ ഉള്ളിൽ കൂടെ ചോദിക്കുകയാണ്, എന്തിനായിരുന്നു പഠിപ്പിച്ചു കൊടുത്തത്? ഇപ്പതാ ഗുരുദക്ഷിണ തരാൻ വേണ്ടിയിട്ട് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. എങ്ങനെ? പാണ്ഡവ സൈന്യത്തെയൊക്കെ നല്ലപോലെ ഒരുക്കി അങ്ങയോട് എതിരിടാൻ വേണ്ടിയിട്ടാ വന്ന് നിൽക്കുന്നു. അതാണ് അവിടെ തവ ശിഷ്യേണ ധീമത ദ്രുപദപുത്രേണ എന്നുള്ള വിശേഷണം കൊണ്ട് അർത്ഥാക്കുന്നത്. എന്നിട്ട് പറയാണ്, ഇവിടെ ധൃഷ്ടദ്യുമ്നൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ വ്യൂഹത്തിൽ ഒരുപാട് പ്രഗത്ഭന്മാരായിട്ടുള്ള യോദ്ധാക്കളുണ്ട്. ആരൊക്കെയാണത്? ഭീമനും അർജുനനും സമന്മാരായിട്ടുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള ഒരുപാട് യോദ്ധാക്കൾ ഈ സേനയിലുണ്ട്. ശൂരന്മാരാണ് അവരൊക്കെ. മഹേശ്വാസ, വലിയ വില്ലേന്തിയവരുമാണ്. അത്ര ശൂര മഹേശ്വാസാഹ ഭീമാർജുന സമായുധി അരകെ യുയുധാനഹ. യുയുധാനൻ എന്ന് പറഞ്ഞാൽ സാത്വികയാണ്. പിന്നെ അർജുന ശിഷ്യനായിട്ടുള്ള സാത്യകി. പിന്നെ ആരാണ്? വിരാടക. വിരാട രാജാവിനെ നമുക്കറിയാം, അജ്ഞാതവാസം അവിടെ ആയിരുന്നല്ലോ. വിരാടക. ദ്രുപദ. ദ്രുപദനും പരിചിതനാണ്. ഇവരൊക്കെ മഹാരഥന്മാരാണ്, വലിയ യുദ്ധസാമർഥ്യമുള്ളവരാണ്. പോരാത്തതിന് ധൃഷ്ടകേതു, രാജാക്കന്മാരുടെ പേരാണ് ഇതൊക്കെ. ധൃഷ്ടകേതു, ചേകിതാനഹ, കാശിരാജശ്ച വീര്യവാൻ, പുരുജിത്, കുന്തിഭോജക, ശൈബ്യ, നരപുങ്കവനായിട്ടുള്ള ശൈബ്യൻ. പിന്നെ യുദ്ധാമന്യുഹു. എങ്ങനെയുള്ള യുദ്ധാമന്യു? വിക്രാന്തനായിട്ടുള്ള യുദ്ധാമന്യു, വളരെ യുദ്ധസാമർഥ്യമുള്ള യുദ്ധാമന്യു. ഉത്തമൗജാഹ, പേരുകളാണ്. വീര്യവാനായിട്ടുള്ള ഉത്തമൗജസ്. സൗഭദ്രൻ, അഭിമന്യു. ദ്രൗപദേയ, ദ്രൗപദിയുടെ 5 പുത്രന്മാര്. ഇവരൊക്കെ മഹാരഥന്മാരാണ്. ഇത്രയും പാണ്ഡവ സേനയെ പരിചയപ്പെടുത്തിയതിനു ശേഷം സ്വന്തം സേനയെ കുറിച്ച് വിശേഷിപ്പിച്ച് പറയാണ്. അസ്മാകം, നമ്മുടെ പക്ഷത്തുണ്ട് വളരെ കേമന്മാരായിട്ടുള്ള ആളുകൾ. അപ്പൊ ഈ
ദുര്യോധനൻ പറയുന്ന ആ ഒരു ശൈലിയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, ഇപ്പൊ ദുര്യോധനൻ നിൽക്കുന്നത് പാണ്ഡവ സേനയോട് ചേർന്നിട്ടാണ്. ആ യുദ്ധകളത്തിൽ ഏതാണ്ട് പാണ്ഡവ സേനയോട് അടുത്ത് നിന്നിട്ടാണ് ഈ സംഭാഷണം നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ആദ്യം പാണ്ഡവ സേനയെ കുറിച്ചാണ് പറഞ്ഞത്, പിന്നെയാണ് സ്വന്തം സേനയെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള കേമന്മാരെയും ഞാൻ പറഞ്ഞു തരാം, നായകന്മാരെയും ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിലൊന്നാമതാരാണ്? ഭവാൻ. അങ്ങ് തന്നെയാണ് ആ കൂട്ടത്തിൽ വെച്ചിട്ട് ഒന്നാമത്തെ ആള്. അപ്പൊ ദ്രോണാചാര്യരോട് പറയാണ്, അങ്ങ് ഇപ്പൊ ആചാര്യസ്ഥാനത്തൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും എന്റെ സേനയിലുള്ള ഒരു നായകൻ മാത്രമാണ് അങ്ങ് എന്ന് തന്റെ ഒരു ആധിപത്യത്തെ അവിടെ എടുത്ത് കാണിച്ചുകൊണ്ടാണ് ദുര്യോധനൻ സംഭാഷണം ചെയ്യുന്നത്. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച പിന്നാരാ കൃപശ്ച സമിതിഞ്ജയക, പിന്നെ അശ്വത്ഥാമ വികർണശ്ച സൗമദത്തിസ്തഥൈവച. തഥൈവച പറഞ്ഞ അതുപോലെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പിന്നെ സാമാന്യവൽക്കരിച്ചിട്ട് പറയാണ്. അന്യേച ബഹവശൂരാഹ മദർത്ഥേ ത്യക്തജീവിതാഹ നാനാശസ്ത്രപ്രഹരണാഹ സർവേ യുദ്ധവിശാരഥാഹ. അപ്പൊ ഇത്രയും പറഞ്ഞതിന് ശേഷം ദുര്യോധനന്റെ ഒരു വിലയിരുത്തലാണ്. എന്താ വിലയിരുത്തല്? നമ്മുടെ ഈ ഒരു സേനയുണ്ടല്ലോ, ഇത് ഭീഷ്മരാൽ അഭിരക്ഷിക്കപ്പെടുന്ന നമ്മുടെ സേന, അത് പാണ്ഡവ സേനയോളം പോരും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം. എന്നാൽ ഇതം ഏതേഷാം, ഈ ഏതേഷാം ഇവരുടെ പാണ്ഡവരുടെ ഈ ഒരു സേന, ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന ഈ സേനയാവട്ടെ ഈ യുദ്ധം ജയിക്കാൻ സമർത്ഥമായിട്ടുള്ളതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ ഒരു തർക്കമുണ്ട് ഈ ഒരു ശ്ലോകത്തിൽ, 10ാമത്തെ ശ്ലോകത്തിൽ. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം എന്നാണ് പറയുന്നത്. അപര്യാപ്തം എന്നുള്ള വാക്കിന് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന അർത്ഥം എന്താണ്? പോന്നതല്ല, അല്ലെ, മതിയായതല്ല, പര്യാപ്തമല്ല എന്നാണ്. അപ്പൊ അങ്ങനെ അർത്ഥം എടുക്കുന്ന സമയത്ത് ദുര്യോധനൻ യുദ്ധം ആരംഭിക്കാനിരിക്കുന്ന സമയത്ത് സ്വന്തം സേനാനായകന്റെ വീര്യത്തെ ഇല്ലാതെയാക്കണ മട്ടിൽ സ്വന്തം സേനയെ ഇകഴ്ത്തി പറയുന്നു തോന്നുന്നുണ്ടോ? നമ്മുടെ സേന ഇത്തിരി മോശമാണ്, അവരുടെ സേനയാണ് കേമെന്ന് പറയും തോന്നുന്നുണ്ടോ എന്ന് ചിലരൊക്കെ ഇവിടെ ആശങ്ക അഥവാ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുന്നുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭീഷ്മരാൽ രക്ഷിക്കപ്പെടുന്ന നമ്മളുടെ സേന ഈ യുദ്ധം ജയിക്കാൻ മതിയാവുന്നതാണ് എന്നാണ് അവിടെ ദുര്യോധനൻ പറയുന്നത് എന്നുള്ള വിഷയമൊക്കെ അവിടെ പറയുന്നുണ്ട്. അപര്യാപ്തം എന്നുള്ളതിന് എന്താ അർത്ഥം എടുത്തോ? അപരിമിതമാണ് എന്നുള്ള അർത്ഥമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അതായത് ഭീഷ്മരാൽ രക്ഷിക്കപ്പെടുന്ന നമ്മളുടെ സേന വലുതാണ്, അവരുടെ സേനയാവട്ടെ പര്യാപ്തമാണ്, പരിമിതമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് ഭീഷ്മരോട് തൻ്റെ ഉള്ളിലുള്ള ആശയത്തെയൊക്കെ സംവദിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്? ദുര്യോധനൻ. എന്നിട്ട് അവസാനം പറഞ്ഞു, അങ്ങ് തൻ്റെ സേനയിലുള്ള പ്രമുഖന്മാരെയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എല്ലാ പ്രകാരത്തിലും ഭീഷ്മര് പറയുന്നതിനെ അനുസരിച്ച് യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞിട്ടൊരു നിർദ്ദേശവും കൊടുത്തു. അയനേഷു ച സർവേഷു യഥാഭാഗം അവസ്ഥിതാഹ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവഹി. നിങ്ങളെല്ലാവരും ഭീഷ്മരെ തന്നെ രക്ഷിക്കൂ എന്ന് വെച്ചാൽ അവിടെയും ഭീഷ്മരെ രക്ഷിക്കൂ എന്നാണോ പറഞ്ഞത്, അതോ ഭീഷ്മര് പറയുന്നത് അനുസരിക്കൂ എന്നാണോ പറഞ്ഞത്? രണ്ടു വിധത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. എന്താണ് ദുര്യോധനൻ പറയുന്ന വാക്ക്? നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് നിശ്ചയിച്ച സ്ഥാനങ്ങളിൽ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ട് ഭീഷ്മരെ രക്ഷിക്കൂ. അപ്പൊ അങ്ങനെ രക്ഷിക്കൂ എന്നുള്ള അർത്ഥം എടുക്കണമെന്ന് വെച്ചാൽ ദുര്യോധനനുള്ളിലൊരു ഭയം കുടുങ്ങിയിട്ടുണ്ട് എന്ന് വരുന്നുണ്ട്. നമ്മൾ തോറ്റുപോകുമോ, അതുകൊണ്ട് ഭീഷ്മരെ എല്ലാ പ്രകാരത്തിലും നിങ്ങൾ രക്ഷിക്കൂ എന്നുള്ള വാക്കാണോ ദുര്യോധനൻ പറഞ്ഞത്? അതോ ഭീഷ്മർ പറയുന്നത് അനുസരിച്ചിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യൂ എന്നാണോ പറഞ്ഞത്? രണ്ടു വിധത്തിലും വേണമെങ്കിൽ നമുക്ക് അർത്ഥമെടുക്കാം. അപ്പൊ ഇത് കേട്ട സമയത്ത് ഭീഷ്മർ എന്ത് ചെയ്തു? ഉറക്കെ സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ട് തൻ്റെ ശംഖത്തെ എടുത്ത് മുഴക്കി. അതൊരു ദുര്യോധനനുള്ള മറുപടിയാണോ?
എന്നെ ആരും രക്ഷിക്കുന്നു വേണ്ട, എനിക്കറിയാം എന്നെ രക്ഷിക്കാൻ, നിങ്ങൾ നിങ്ങളെ രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പക്ഷത്തെ രക്ഷിക്കാനായിട്ട് പരിശ്രമിക്കൂ എന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഭീഷ്മരി ശംഖെടുത്ത് മുഴക്കിയത്. എന്തായാലും വളരെ ഉച്ചത്തിൽ സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ടാണ് ഈ ദുര്യോധനന് സന്തോഷം ഉണ്ടാവണ വിധത്തിൽ ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് ഈ ശംഖനാദത്തെ മുഴക്കുകയാണ് ചെയ്തത്. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യോച്ചൈഹി ശംഖം ദധ്മൗ പ്രതാപവാൻ. ശരി, അവിടെ നമുക്ക് നിർത്താം തൽക്കാലം. ഒരു